ഹായ്, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? അതേമാതിരി സ്ക്രീൻ വിസിബിൾ ആണോ? 3 പേരുണ്ട്. നിങ്ങൾ ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ ഓൺ ദ വേ ജോയിൻ ചെയ്യുമായിരിക്കും. എന്തായാലും നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇന്നത്തെ ക്ലാസ്സിലുള്ളത് മാതിരി തന്നെ ഉം, ആദ്യം ചെറിയ നമുക്ക് വരുന്ന ടോപ്പിക്സുകൾ ഇന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യുന്നത് ഈ കാണുന്ന 5 ടോപ്പിക്സുകളിൽ നിന്നായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ആദ്യം പഠിച്ച സെല്ല് ടിഷ്യൂ അതിന്റെ ഒരു ഹയർ സ്റ്റാൻഡേർഡിലേക്ക്, അതായത് ഈ സെല്ലും ടിഷ്യൂ ഒക്കെ പിന്നെ അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് ഒരു പ്ലാന്റ്സിലും അല്ലെങ്കിൽ ഒരു ആനിമൽ സെല്ലിലേക്ക് അവരുടെ ക്ലാസിഫിക്കേഷൻ രീതിയിൽ അത് എങ്ങനെയൊക്കെ മാറ്റും, അല്ലെങ്കിൽ അവരുടെ ഫിസിയോളജിക്കൽ സംബന്ധമായിട്ട് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസ് വഴി എന്തൊക്കെ ഉണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ മാറുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ എൻ ഡി എക്ക്, ഇപ്പൊ നിങ്ങൾ എൻ ഡി എക്ക് വേണ്ടിയിട്ടുള്ള പിള്ളേരാണെങ്കിൽ എൻ ഡി എക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് വരെ കണ്ടിട്ടുണ്ട് ചില കേസസിൽ. എന്നാ ചില വർഷം ഒറ്റ ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല ഈ ഒരു 1-2 ടോപ്പിക്കിൽ നിന്ന്, എസ്പെഷ്യലി ഡൈവേഴ്സിറ്റി നിന്നും ജനറ്റിക് നിന്നൊക്കെ ചില വർഷം ക്വസ്റ്റ്യൻസേ വന്ന് കണ്ടിട്ടുമില്ല. പക്ഷെ ഇന്നായിരുന്നു നമുക്ക് പഠിക്കാതിരിക്കാനും പറ്റില്ല. ബട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പക്ഷെ വന്നു കഴിഞ്ഞാലും ജനറ്റിക് എന്നൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെ, എത്ര ക്രോമസോംസ്, അതൊക്കെ എങ്ങനെയാ ഒരു പാരന്റ് ഒരു കുട്ടിയിലേക്ക് മാറുമ്പോൾ എത്ര ക്രോമസോംസ്, ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. എല്ലാം ഡയറക്റ്റ്. നമ്മുടെ ബയോളജിയിലുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അധികം വലിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഡയറക്റ്റ് എന്താ പറയുക, ആൻസേഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളൂ. ഓക്കെ, സോ ഓക്കെ, 5 പേരായിട്ടുണ്ട്. എന്തായാലും ഞാൻ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഓഫ് ആക്കി തരും, കാരണം എൻ്റെ മൊബൈൽ നെറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അത് ചിലപ്പോൾ തീരാറാവും, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഓർഗാനിസം. ഓക്കെ, എന്താന്നുള്ളതെല്ലാം, അതായത് നമ്മളൊരു ഈ പറയുന്ന നമ്മുടെ ഭൂമി മലയാളത്തിൽ അവരുടെ ക്ലാസിഫിക്കേഷൻ രീതികളിൽ. ഓക്കെ, അതായത് പ്രധാനമായിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഇപ്പം ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം മാമൽസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കാറ്റഗറിനെ നമ്മൾ എടുക്കാന്ന് വിചാരിക്കുക. മാമൽസ് നമ്മളും ഈ പറയുന്നതിൽ പെടുന്നതാണ് അല്ലേ? നമ്മളും ഇതിൽ പെടും. നമ്മുടെ എന്താ പറയാ, മറ്റേ ആനിമൽസ്, മറ്റേ മൃഗങ്ങൾ, അങ്ങനത്തെ ആൾക്കാരും ഇതിൽ പെടും, കുരങ്ങന്മാരും വന്ന് പെടും. ഇൻക്ലൂഡിങ് നമ്മൾ എന്താ പറയാ, വെള്ളത്തിൽ കാണുന്ന നമ്മുടെ ബ്ലൂ വെയിൽ പോലും ഇതിൽ വന്ന് പെടും. ഇപ്പൊ സ്ട്രക്ചർ വൈസസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വ്യത്യാസമാണ്. അപ്പോ ഈ പറയുന്ന ചില കാര്യത്തിൽ ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസസിലായാലും അവരുടെ സ്ട്രക്ചർ ബേസിസിന് കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആനിമൽസിന്റെ കേസസിൽ കിങ്ഡം, ഇതെന്ന് വെച്ചാൽ ഇതിൽ ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം ഇതൊക്കെയാണ് ഇതിൽ പെടുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ട്രക്ചർ ബേസിസിൽ ഒരിക്കലും നിങ്ങൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോകരുത്. ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും അങ്ങനത്തെ രീതിയിലാണ് വരാറ്. അപ്പോൾ ഒരിക്കലും സ്ട്രക്ചർ ബേസിസിലേക്കായിട്ട് പോകരുത്. കാരണം ഇവരൊക്കെ ഒരു പെർട്ടിക്കുലർ കിങ്ഡത്തിന്റെ ഉള്ളിലേക്കായിട്ട് മാറാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫാമിലിയുടെ ഉള്ളിലേക്കായിട്ട് മാറാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവരെല്ലാവരും അവർക്ക് ഇന്റേണൽ ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പൊ മാമൽസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ള ഒരു എന്താ പറയാ, വേറെ ഏത് ഒരു ഉദാഹരണം ബാക്ടീരിയാസോ ഫിഷസിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതിനൊക്കെ വെച്ച് വേറെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പൊ ക്രോക്കഡൈൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാമൽസിനുള്ള പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ അവർക്ക് മാമറി ഗ്ലാൻഡ് ഉണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഓരോ ഒരു പെർട്ടിക്കുലർ സ്റ്റേജസ് വഴിയായിരിക്കും, അതായത് ഇൻക്ലൂഡിങ് ഏറ്റവും ലൈഫ് ബർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ബാക്ടീരിയയിൽ നിന്നും തുടങ്ങി ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മളെ പോലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിലേക്ക് മാറുന്നത് വരെയുള്ള പല സ്റ്റേജസ് ഓഫ് ഇതായിരിക്കും. അപ്പോ ആദ്യം ഈ പറഞ്ഞതുമാതിരി ചിലപ്പോൾ അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സോ അല്ലെങ്കിൽ സർക്കുലേറ്ററി പ്രോസസ്സോ റെസ്പിറേറ്ററി പ്രോസസ്സോ ഒന്നും നടന്നുകൊള്ളണമെന്നില്ല. പക്ഷെ അത് പിന്നെ ആ ഫൈനലായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചില ഓപ്പണിംഗ് ഒരു വൺ സിംഗിൾ ഓപ്പണിംഗ് ആയിട്ട് മാറും, പിന്നെ അത് ഡബിൾ ഓപ്പണിംഗ് ആവും. ഹാർട്ട് ചേംബർ ആദ്യം 2 ഉണ്ടാവുള്ളൂ, പിന്നെയാണ് അവസാനമായിട്ട് അതൊരു 4 ചേംബറിലേക്കൊക്കെ മാറി നമ്മളെ പോലെ ആവുന്നത്. ചിലർക്ക് ബ്ലഡ് കളർലെസ് ആയിരിക്കും, ചിലർക്ക് ബ്ലഡ് ഉണ്ടാവും, അത് എന്താ പറയാ റെഡ് കളർ ആവും. ചിലർക്ക് അത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കും. നമ്മുടെയൊക്കെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ബ്ലഡിന്റെ എന്നൊക്കെ പറയുമ്പോൾ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ എപ്പോഴും ഒരു കുഴലുണ്ട്, നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കൂടെയല്ലേ പോകാറുള്ളൂ ബ്ലഡ് എല്ലാം, വെയിൻസ് ആർട്ടറീസിന്റെ ഉള്ളിൽ കൂടിയേ പോകാറുള്ളൂ. പക്ഷെ
ഉദാഹരണം നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ഉദാഹരണം നമുക്ക് കയ്യിൽ ആരെങ്കിലും ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈയിന്റെ ആ മുറിവ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കത്തി കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ വെട്ടിയ ഭാഗത്ത് മാത്രമേ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുള്ളൂ, കാലിൽ നിന്ന് ചോര വരില്ല. ശരിയല്ലേ? കാരണം ആ പെർട്ടിക്കുലർ വെസലിന്റെ അവിടെ മാത്രമേ വെസൽസിലെ ബ്ലഡ് വെസലിൽ മാത്രമേ മുറിവ് സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് സർക്കുലേറ്ററി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ ഇപ്പൊ ഒരു കൊതുവിനൊക്കെ തല്ലിക്കൊല്ലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത് മൊത്തം ചോരയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, അവർക്ക് ഒരു പെർട്ടിക്കുലർ വെസലൊന്നുമില്ല. അവർ ഹാർട്ടിൽ നിന്നും ബ്ലഡ് ഫുൾ ബോഡിയിലേക്ക് ഇങ്ങനെ വെറുതെ എന്താ പറയാ മറ്റേ വേപ്പുള്ളൊക്കെ മാതിരി ഫുൾ ബ്ലഡ് അങ്ങോട്ട് സ്പ്ലാഷിങ് ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ ഓരോ വ്യത്യാസങ്ങളായിരിക്കും ഇവരുടെയിലേക്ക് വരിക. ഇപ്പൊ ചിലവർ ഈ പറഞ്ഞ പോലെ യൂണിസെക്ഷൽ ആയിരിക്കും, ചിലവർ ബൈസെക്ഷൽ ആയിരിക്കും, ചിലവർ എന്താ പറയാ അവരുടെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും, വാം ബ്ലഡഡ് ആയിരിക്കാം, ചിലർ കോൾഡ് ബ്ലഡഡ് ആയിരിക്കും. ഇങ്ങനത്തെ ഒക്കെ സ്റ്റേജസ് ആയിട്ട് രീതിയിലാണ് നമ്മൾ ഓരോ ഫൈലംസ് ആയിട്ട് ഈ പറയുന്ന ഇവിടെ ഞാൻ താഴത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഫൈലമുകളായിട്ട് ഏകദേശം ഒരു 8-9 ഫൈലംസ് വരും നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ വരുമ്പോൾ. അങ്ങനെ ഓരോ ഫൈലംസ് ആയിട്ട് ഫൈലം പ്രോഡേറ്റ, ഫൈലം കോർഡേറ്റ എന്നൊക്കെ പറയുന്ന അവസാനത്തേക്കൊക്കെ വരുമ്പോൾ ഫൈലം പ്രോട്ടോസോവ ഇനീഷ്യലായിട്ട് വരുന്ന, അങ്ങനെ ഓരോ ഇതിൽ നിന്നും മാറി മാറി വരുന്നത് ഈ കേസസ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് 5 കിങ്ഡംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ആശാൻ വിത്താക്കർ ആണ് നമ്മളെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചേക്കുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അതായത് ഒന്നുമില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണേറ എന്നൊക്കെ പറഞ്ഞാൽ ബാക്ടീരിയാസ് ഒക്കെയാണ്. അതായത് സിംഗിൾ സെൽ, നമ്മൾ ആദ്യം വന്ന സെല്ലിൽ പഠിച്ചില്ലായിരുന്നോ പ്രോ കാരിയോട്ട് യു കാരിയോട്ട് എന്നൊക്കെ പറഞ്ഞാൽ, അതേപോലെ മൊണേറാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ കാരിയോട്ടിക് ആണ്, ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഇവന്മാര് പ്രൊട്ടിസ്റ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു കാരിയോട്സ് ബട്ട് ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും, കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് ആണ്. ഫംഗൈസ് നമ്മളെല്ലാവരും പൂപ്പല് എന്നൊക്കെ പറഞ്ഞു കാണുമല്ലോ, ബ്ലഡിലൊക്കെ കാണുന്ന സാധനം, അതേമാതിരി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മഷ്റൂംസ് ഒക്കെ, ഇതൊക്കെ ഫംഗയിൽ വന്ന് പെടുന്നതാ. ഈ പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോസോവൻ, നമ്മുടെ എന്താ പറയാ ഡിസീസസിലൊക്കെ ഉദാഹരണം മലേറിയ ഒക്കെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലേറിയ ഒക്കെ പിടിക്കാനുള്ള കാരണം പ്രോട്ടോസോവയാണ്. സംഭവം കൊതുകടിയിൽ നിന്നാണെങ്കിലും പക്ഷെ അതിന്റെ കോസിങ് ഓർഗാനിസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറയും. അപ്പൊ അതേമാതിരിയുള്ള സാധനങ്ങളൊക്കെ വന്ന് പെടുന്നതാണ്, കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ് എന്ന് മാത്രം. പ്ലാന്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ, അനിമേലിയ ഇതെല്ലാം കിങ്ഡംസുകളാണ്. അനിമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാതിരിയുള്ള എല്ലാ മൃഗങ്ങളും ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതേമാതിരി ഇതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്, ഈ ഹയറാർക്കി ക്ലാസിഫിക്കേഷന്റെ ഹയറാർക്കി പലവട്ടം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസുകളിലേക്കായിട്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ്, നിങ്ങൾ നിങ്ങളെ രീതിയിലൊന്ന് ഓർത്താൽ മതി. ആദ്യം നമ്മൾ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുലിനെയോ ലെപ്പേർഡിനെയോ വേണമെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പാന്തറാറ്റിക് ഗ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പേര് പറയില്ലേ, ആ ബയോളജിക്കൽ പേര്, അതായത് അവനാന ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്. അതാണ് ഏറ്റവും ഏറ്റവും സിംഗിൾ സാധനത്തിൽ നിന്ന് എടുക്കുക. ഇതാണ് സ്പീഷി. സ്പീഷി ഒരു കുട്ടി ഉണ്ടാവുന്നത് എന്തെന്നാ, ഒരു ജീനിൽ നിന്നാണ്, അച്ഛന്റെ അമ്മയുടെയും ജീനിൽ നിന്നാണ്. അപ്പൊ അത് ജീനസ്. ഓക്കെ, അച്ഛന്റെ അമ്മയുടെയും ജീൻസിൽ നിന്നാണ് ഒരു കൊച്ചുണ്ടാവുന്നത്, സ്പീഷി ഒരു കുട്ടി ഉണ്ടാവുന്നത്. അപ്പോ അച്ഛനും അമ്മയും ഒരു കുട്ടിയും ഈ മൂന്നേരും കൂടി കൂടുമ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് പറയും, നമ്മളൊരു ഫാമിലിയാന്ന് പറയാം. നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഫാമിലിയിൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണം എന്ന് പറയില്ല, സ്കൂളിൽ പോകണ മാതിരി. അതിന് മുമ്പേ തന്നെ എപ്പോഴും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിക്കുന്ന കാര്യം ഫാമിലിയിൽ അച്ചടക്കം, നിങ്ങൾ ആദ്യം അച്ചടക്കം സ്റ്റാർട്ട് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന മാതിരി അച്ചടക്കം അവിടെ. ഓക്കെ, ആ ഓർഡർ എല്ലാം കൂടി കൂടുന്നതാണ് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആയിട്ട് മാറും. ഇപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം എന്താ, നമ്മുടെ ഇത് ഈ പുലികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ആനിമൽസിന്റെ കേസസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ഇപ്പോ അവരുടെ സ്ട്രക്ചർ ബേസിസിൽ സിമിലർലി അവരുടെ ഉള്ളിലുള്ള ഇന്റേണൽ സംഭവങ്ങളെല്ലാം കൂടി കൂടിച്ചേരുന്നത് എല്ലാം കൂടി വരുന്നത് ഒരു ക്ലാസ് ആയിട്ട് മാറും. അവരെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈലം കോർ ഡേറ്റ, കാരണം അവർക്ക് എല്ലാവർക്കും വെർട്ടിബ്രൽ കോളം, നമുക്കൊക്കെ വെർട്ടിബ്രൽ കോളംസ് ഉണ്ട്. സോ ഫൈലം കോർ ഡേറ്റ അതൊരു വേറൊരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫൈലമുകളിൽ പെടുന്നതാണ്. കാരണം ഒരുവിധം എല്ലാം ഡെവലപ്ഡ് ആയിട്ട്, ഇപ്പൊ ഞാനൊരു പുലിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫൈലം കോർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫൈലം. എന്ത് കിങ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് അനിമേലിയ. ഓക്കെ, ഇതാണ് ആ സംഭവം വരുന്നത്. ഓക്കെ, ഈ ക്ലാസ്സസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാമൽസ് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമേലിയ എന്നുള്ളൊരു ഇതിലേക്ക് പെടുത്താം. കാരണം മാമൽസ് എന്നുള്ള കേസസിൽ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ,
അങ്ങനെ മാമൽസ് ഉണ്ടാവാം, പിസസ് ഉണ്ടാവാം, കാരണം ഫിഷസിൻ്റെത് അങ്ങനെയൊക്കെ ഓരോന്നായിട്ട്, അല്ലെങ്കിൽ ആംഫീബിയൻസ്, ഈ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു സംഭവം ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാ, കാരണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് പതുക്കെ നീങ്ങി തുടങ്ങാം. ഞാൻ അധികം സമയം കളയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 കിങ്ഡംസുകള്. ആദ്യത്തേത് ബാക്ടീരിയാസ് ആയിരിക്കും, കുറച്ചും രണ്ടാമത്തത് പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോസോവ ടൈപ്പുകളായിരിക്കും. പിന്നെ ഉള്ളത് മഷ്റൂം, കുറച്ചും കൂടി ഹയർ ഡെവലപ്ഡ് ആണ്. അങ്ങനെ ഓരോ സ്റ്റേജസ് ഓഫ് കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ സാറേ, നിങ്ങൾ പറഞ്ഞോളൂ. സ്ലൈഡ് കാണുന്നില്ല. ഫസ്റ്റ് പേജ് മാത്രമേ കാണുന്നുള്ളൂ. ഫസ്റ്റ് പേജ് മാത്രമേ കാണുന്നുള്ളൂ. ആ. എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഫസ്റ്റ് പേജ് മാത്രമാണോ, അതോ ചേഞ്ച്ഡ് ആയിട്ട് കാണുന്നുണ്ടോ? അതെ, ഓക്കെ. ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് മാറ്റിയിട്ട് എടുക്കാവേ. ഒറ്റ മിനിറ്റ്. ഇപ്പോ നിങ്ങൾക്ക് സ്ലൈഡ് ചേഞ്ച് കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട് സാർ. ഇപ്പോ എന്ത് പിക്ചേഴ്സ്, ലൈക്ക് പിക്ചേഴ്സ് ആയിട്ടുള്ളതാണോ കാണുന്നത്? ആ, കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാനുണ്ടോ? ഇല്ല സാർ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് എനിക്കിവിടെ. ഇപ്പോഴോ? ആ, കാണുന്നുണ്ട് സാർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാനുണ്ടല്ലേ? ഓക്കെ, എന്നാ ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഈസ് അല്ലെങ്കിൽ ഓർ ആർ കറക്റ്റ്? ഏതൊക്കെയായിരിക്കാം? ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യന്, നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ഇടാമോ? തെറ്റാണ്, തെറ്റിക്കോട്ടെ, വിഷയമൊന്നുമില്ല. പെർഫെക്റ്റ്. പാർവതി കറക്റ്റ് ആണ്. ഗുഡ്. ജാനസ് കറക്റ്റ് ആണ്. ഗുഡ്. കണ്ണടച്ച് നിങ്ങൾക്ക് പോവാം, കാരണം രണ്ട് ഓപ്ഷൻസും ഇവിടെ കറക്റ്റ് ആണ്. കാരണം ലിവിങ് ബീയിങ് ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ഡെഫിനറ്റ്ലി അവർക്ക് ഗ്രോത്തും റിപ്പയറും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും, ഒരു തെറ്റും ഉണ്ടാവില്ല അതിൽ. അതേമാതിരി ലിവിങ് ബീങ്സിന് മാത്രമല്ല മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുള്ളൂ. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ഫുഡ് ഇതായിട്ട് ഡൈജസ്റ്റഡ് ആയിട്ട് മാറുന്നു, വേസ്റ്റ് പുറത്തേക്ക് കളയുന്നു. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിക്, എന്നിട്ട് നമുക്ക് എനർജി കിട്ടും. ഇതിന് തന്നെയാണ് നമ്മൾ എന്താ പറയാ, മെറ്റബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ലിവിങ് ബീങ്, നോൺ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനില്ലല്ലോ. ലിവിങ് ബീങ്ങിന് മാത്രമേ ഇത് കണക്കാക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ സി, ബോത്ത് 1 and 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2 എല്ലാവർക്കും? പേജ് സ്റ്റക്ക് അങ്ങനെയുള്ളതാണെങ്കിൽ ഒന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ശരി. ഓക്കെ, സ്കാവഞ്ചേഴ്സ് ഓഫ് എർത്ത് എന്ന് അറിയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ ആരാണ്? വേഗം പറയാമോ? ഓക്കെ, പാർവതി കറക്റ്റ് ആണ്. ഗുഡ്.
അല്ല സോറി, അതല്ല, പോട്ടെ, സാരമില്ല. നേരത്തേന് പറഞ്ഞതാണോ അതോ ഇതിന് പറഞ്ഞതാണോ? ഓക്കെ, സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അതാണ് ആദ്യം അറിയേണ്ടത്. ക്ലീൻ ആക്കുന്ന ആൾക്കാർ, അതായത് നമ്മളെ ഈ ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിസംസ് ഒക്കെ ഇല്ലേ, പ്രത്യേകിച്ച് ബാക്ടീരിയസ് ഒക്കെ, ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ദേ യൂഷ്വലി ബ്രേക്ക് ഡൗൺ ചെയ്യും ഈ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് എല്ലാം. ഇപ്പൊ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റോൾ എന്ന് പറയുന്നത് തന്നെ ഒരു നേച്ചറിന്റെ ക്ലീനപ്പ് ക്രൂസ് ആണ്. അവരറിയപ്പെടുന്നത് നേച്ചറിന്റെ ക്ലീനപ്പ് ക്രൂസ് എന്നാണ് അവർ അറിയപ്പെടുക. നേച്ചേഴ്സ് ക്ലീനപ്പ് ക്രൂസ് എന്നറിയപ്പെടും ഈ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നവർ കേട്ടോ. ക്ലീനപ്പ് ക്രൂസ് എന്നാണ് അവർ അറിയപ്പെടുക. ഓക്കെ, അതായത് ഉദാഹരണം ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ ഈ ആനിമൽസിലൊക്കെ വൾച്ചർ, ഹൈനാസ് ഒക്കെ സ്കാവഞ്ചേഴ്സ് ആണ്. കാരണം മൊത്തം വൃത്തിയാക്കിയിട്ട് പോകും. മറ്റവന്മാര് വെറുതെ തിന്നിട്ട് അവശിഷ്ടം അവിടെ ഇടുകയല്ലേ ഉള്ളൂ. ഇവന്മാർ അങ്ങനെയല്ല, മൊത്തം വൃത്തിയാക്കും. അതാണ് ഈ സ്കാവഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബാക്ടീരിയാസ് ആ ഒരു കൂട്ടത്തിൽ പെടുന്നവരാണ്. ഓക്കെ, അടുത്തത്, ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയ ഈസ് ഫൗണ്ട് ഇൻ, എവിടെയാണ് ജനറ്റിക് മെറ്റീരിയൽ? നമ്മളൊക്കെ മുൻപത്തെ ഇതിൽ പഠിച്ചിരുന്നു. യെസ്, പെർഫെക്റ്റ്. ജാനസ് കറക്റ്റ് ആണ്. ഗുഡ്. ഒരൊറ്റ സ്ഥലത്തെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയല്ല. ജനറ്റിക് മെറ്റീരിയൽ എവിടെയായിരിക്കും ഉണ്ടാവുള്ളൂ? എപ്പോഴും എല്ലാം സൈറ്റോപ്ലാസം, അതായത് ആ കാണുന്ന ഫ്ലൂയിഡ്. ഓക്കെ, സൈറ്റോപ്ലാസത്തിന്റെ അകത്ത്, സെല്ലിന്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഓർഗനലിന്റെ അകത്തായിരിക്കും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവം ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, എവിടെയും വ്യത്യാസം ഒന്നും വരാൻ പോണില്ല. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫംഗൈ? ഫംഗൈയുടെ ഫീച്ചർ അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? ആ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതിലൊരു ഓപ്ഷൻ മൊത്തം പൊട്ടത്തരായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട്. ഫംഗൈ എന്താണ് സാധനം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും. യെസ്, ജാനസ് കറക്റ്റ് ആണ്. ബാക്കിയുള്ളവര് ആരെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് ഒരു അറ്റംപ്റ്റ് മാതിരി. ഉം പാർവതി കറക്റ്റ് ആണ്. Okay. ആദ്യം ഫംഗൈ എന്താന്നുള്ളത് ആലോചിക്കണം. അവന്മാരൊരു യൂകാരിയോട്സ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അവരൊരു യൂകാരിയോട്സ് ആണ്. അവരില്ലെങ്കിൽ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അതേമാതിരി അവര് ഫംഗൈനെ, ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചോളൂ. കാരണം ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരൊരു ഹെട്രോട്രോപിക് ആണ്, അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും. ഹെട്രോട്രോപിക് ഹെട്രോട്രോപിക് മോഡ്, അതായത് അബ്സോർബ് ചെയ്യും, ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നവരാണ്. സെൽ വാൾ ഉണ്ടാവും, ചിറ്റിൻ എന്ന് പറയുന്നത് സെൽ വാൾ ആണ്, വിത്തിൻ ചിറ്റിൻ എന്ന് പറയും. റീപ്രൊഡ്യൂസ് ബയ സ്പോർസ് ആണ്, അവരുടെ സെക്ഷൽ സ്പോർസ് ആർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇതുവഴിയാണ്, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോർസ് വഴിയാണ്. എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഷ്റൂം, ഈസ്റ്റ്, ഇതൊക്കെ അതിൽ പെടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതേമാതിരി ഫിലമെന്റസ് മൈസീലിയം ഈസ് പ്രസന്റ്. പക്ഷെ ഫോട്ടോസിന്തസിസ് ഇവിടെ ക്യാരി നടക്കില്ല. അത് ക്ലോറോഫിൽ കണ്ടന്റ് ഇവരുടെ ഇല്ല. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ഇവിടെ നടക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഹെട്രോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ഈ വേർഡ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത്. ഓക്കെ, സോ അതാണ് നിങ്ങളവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. അടുത്തത്, ദ യുണീക് ഫീച്ചർ ഓഫ് ബ്രയോഫൈറ്റ്സ്. നമുക്ക് പ്ലാൻ കിങ്ഡത്തിൽ വരുന്ന മൂന്നാല് ആൾക്കാരാണ്. ഒന്ന് താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ എന്നൊക്കെ പറയുന്നതിൽ രണ്ടാമത്തെ ആശാനാണ് ബ്രയോഫൈറ്റ. ഇൻ കമ്പാരിസൺ ടു അതർ ഗ്രീൻ പ്ലാന്റ് ഗ്രൂപ്പ്സ്, എന്താണ് ഇവന്മാർക്കുള്ള മാത്രം പ്രത്യേകത എന്താണ് എന്നതാണ് ചോദ്യം. എന്തായിരിക്കും?
ആർക്കെങ്കിലും അറിയാമോ? ആദ്യം ബ്രയോഫൈറ്റ എന്താന്നുള്ളത് ഐഡിയ ഉണ്ടോ? ആ, പാർവതി, മന്നാമോൾ. ഓക്കെ, എല്ലാവർക്കും ഓപ്ഷൻ സി ആ പറഞ്ഞേ അല്ലേ? ദേ ലാക്ക് റൂട്ട്സ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അവർക്ക് റൂട്ട് വന്ന് തുടങ്ങുന്നുണ്ട് ആക്ച്വലി. അവർക്ക് ഉണ്ട് അത്. ഓക്കെ, ഇവിടെ ചോദിച്ചത് യുണീക്ക് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചത്. മറ്റുള്ളവരായിട്ട് ഇല്ലാതെ ഇവർക്ക് മാത്രം വരുന്ന സാധനം ഏതാ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആ യെസ്, ജാനസ് കറക്റ്റ് ആണ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഇവന്മാർക്ക് മാത്രം വരുന്ന യുണീക്ക് ഫീച്ചർ എന്താണ്? അപ്പൊ അവരുടെ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലാസ്റ്റ് പോയിന്റ് ആണ്. ദ സാപ്രോഫൈറ്റ് ഈസ് അറ്റാച്ച് ടു ഗാമറ്റോ. അതായത് എസ്പെഷ്യലി നമ്മുടെ മോസസ്, ഈ കുറച്ച് എന്താ പറയാ, മഴക്കാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്ന സാധനങ്ങളായിരിക്കും നിങ്ങൾ ഈ ലിവർ ബേർഡ്സ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ചെടി സാധനം തന്നെ, വേറൊന്നുമല്ല. ഇവര് പ്രധാനമായിട്ടും ഒരു നോൺ വാസ്കുലാർ ആണ്, നോൺ വാസ്കുലാർ ആൾക്കാരാണ്. അതായത് സൈലം ഫ്ലോയം, അതായത് ഇവരുടെ കണ്ടക്ടിങ് ടിഷ്യൂസ് ഒന്നും അധികം ഉണ്ടാവില്ല. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോർസ് വഴി തന്നെയാണ്. എന്നാൽ വെള്ളം വേണം ഇവർക്ക്. അതായത് ഇവർ ഗാമറ്റോഫൈറ്റ്സ് ആണ്. ഗാമറ്റോഫൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് വെള്ളം വേണം. അതായത് ഗമേറ്റ്സ്, സ്പേംസും എഗ്ഗും ഒക്കെ ഉണ്ടാകും. ഇവര് വെള്ളത്തിലായിരിക്കും ഇവരുടെ എന്താ പറയാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇവര് വെള്ളത്തിലായിരിക്കും. ആംഫീബിയൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഗ്രൂപ്പുകളെയാണ്. ഓക്കെ, അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ചെറിയ ചെറിയ ഒരു സ്ട്രക്ചർ ഒക്കെ ആയിട്ട് മാറി തുടങ്ങും. ഇവർക്ക് ലാക്ക് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മാത്രമല്ല. കാരണം ഇതിന്റെ മുമ്പുള്ള താലോഫൈറ്റ എന്ന് പറഞ്ഞ ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമ്മളെ ഫംഗൈ, ആൽഗൈ പറഞ്ഞവന്മാർക്ക് റൂട്ട്സേ ഇല്ല. അപ്പൊ ഇത് ഇവന്മാരുടെ മാത്രം ഒരു ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് അവരുടെ ഫീച്ചർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് വ്യത്യാസം. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് കോൾഡ്. ഇപ്പൊ തന്നെ ഞാൻ കുറച്ചു മുമ്പ് തന്നെ അതിന്റെ ആൻസർ പറഞ്ഞുള്ളൂ. ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. സെയിം, പെർഫെക്റ്റ്, അതന്നെ കറക്റ്റ്. എല്ലാവരും വേറെ നോക്കണ്ട, കാരണം ഇവരാണ് ആ വ്യക്തികൾ. കാരണം നമ്മൾ പറയില്ല, ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് ഇവർ വെള്ളത്തിലേക്ക് പോകും. എന്നാൽ ഇവരുടെ ഗ്രോത്ത് ഒക്കെ അധികം പുറത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും, ലാൻഡ് ഏരിയാസിലായിരിക്കും നടക്കും. അതൊക്കെ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് പോസസ് എ സ്പെഷ്യലൈസ്ഡ് കണ്ടക്ടിങ് ടിഷ്യൂ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസ് ഇൻ പ്ലാന്റ്സ്? ഏതിലായിരിക്കും? ഇതൊക്കെ ഓരോ ചിലത് ചെടികളുടെ പേരാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാവില്ല. ഈ ഒരു പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം ഇതാണ്. വായിക്കൊള്ളാത്ത ഇതേപോലത്തെ അത്യാവശ്യം നല്ല സംഭവങ്ങൾ കയറി വന്നു എന്ന് വരും. ആക്ച്വലി ഇതാണ് നമ്മുടെ ആൻസർ, മർക്കാൻഡിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിവർ ബർത്ത് ആണ്. ലിവർ ബർത്തിന്റെ ഒരു ടൈപ്പ് ആണത്. മർക്കാൻഡിയ, പോളിമോർഫ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ലിവർ ബർത്ത് ആണിത്. ഓക്കെ, സോ ലിവർ ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൽ പെടും? ബ്രയോഫൈറ്റാസിൽ പെടുന്ന ആളാണ്. അവന്മാർക്ക് എന്തില്ല? കണ്ടക്ടിങ് ടിഷ്യൂ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈലം ഫ്ലോയം സംഭവങ്ങളില്ല. വാട്ടർ കണ്ടക്ടിങ് അവരുടെ നടക്കുന്നതല്ല. ഓക്കെ, സോ ഇവിടെ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കടുകട്ടി വേണമെങ്കിൽ വന്നു എന്ന് വരാം, പക്ഷെ അത് അവരുടെ ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ ആ പ്രശ്നം. ബാക്കിയുള്ളത് അങ്ങനെ പ്രശ്നം വരാറില്ല, സിമ്പിൾ ആണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബ്രയോഫൈറ്റ ഈസ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. ഏതായിരിക്കും? ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. ആ 4 ഓപ്ഷനുകളിൽ വ്യക്തമായിട്ട് ഒരെണ്ണം മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. യെസ്, പെർഫെക്റ്റ്. ജാനസ് കറക്റ്റ് ആണ്. എന്താ കറക്റ്റ് അല്ലാത്തത്, തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. വേറെ ഒന്നുമല്ല, സ്പെഷ്യലൈസ്ഡ് വാട്ടർ കണ്ടക്ടിങ് ടിഷ്യൂസ് ആർ പ്രസന്റ്.
വാട്ടർ കണ്ടക്ടിങ് ടിഷ്യൂ എന്ന് പറയുന്നതാണ് സൈലം. വാട്ടർ. ഇനിയും അതും ഡൗട്ട് വരണ്ട. ഈ ഡബ്ല്യു എന്നുള്ള ലെറ്ററും എക്സ് എന്ന് പറയുന്ന ലെറ്ററും UVWX എന്നൊക്കെ പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ലെറ്റേഴ്സ് അല്ലേ, ഇവർ തമ്മിലായിരിക്കും. അതായത് സൈലം എപ്പോഴും വാട്ടർ കണ്ടക്ടിങ്ങും ഫ്ലോയം ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് സാധനങ്ങളുമാണ്. ഓക്കെ, ഇതിന്റെ കണ്ടക്ടിങ് ആണ് നടക്കുക. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ ഇതിനകത്ത് ഇല്ല. അപ്പൊ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ കണ്ടക്ടിങ് ടിഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ബ്രയോഫൈറ്റിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, അടുത്തത്. Which of the following statement about the classification of plants is correct? ഏതായിരിക്കാം? അഗെയിൻ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറയാനും പറ്റും. ഏതായിരിക്കും? അതെ, സിമ്പിൾ. ജാനസ് കറക്റ്റ് ആണ്. ബാക്കിയുള്ളവര് ഏതാണ് കറക്റ്റ് എന്നേ ചോദിച്ചുള്ളൂ. വേറൊന്നുമല്ല, ഓപ്ഷൻ ഡി തന്നെയാണ്. കാരണം വാസ്കുലർ സിസ്റ്റം, ഈ പറയുന്ന സൈലം ഫ്ലോയത്തിനെ വിളിക്കുന്നതാണ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവരാണ് ട്രാൻസ്പോർട്ടേഷന്റെ ആൾക്കാർ. ഇതിനെയാണ് വാസ്കുലർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, താലോഫൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബിഗിനിങ് സാധനങ്ങൾ. താലസ് ഷേപ്പ് ആയിരിക്കും, ഒരു ഇല, വെറും ഒരു ഇലയുടെ ഷേപ്പിലായിരിക്കും, താലസ് ഷേപ്പ് ആയിരിക്കും ഇവരുടേത്. അവർക്ക് ഈ പറയുന്ന പോലെ ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കില്ല ഒരിക്കലും. ഏത് നമ്മളൊരു ചെടീന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇല ഉണ്ടാവാം, റൂട്ട്, സ്റ്റെം, ഇങ്ങനെയല്ലേ നമ്മളൊരു പ്ലാന്റിനെ ഡിഫറൻഷിയേറ്റ്. പക്ഷെ താലോഫൈറ്റ്സ് അങ്ങനെയല്ല. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു താലോഫൈറ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി അതിനൊരു ഷേപ്പ് ആൻഡ് സ്ട്രക്ചറിലേക്ക് നീങ്ങി തുടങ്ങും. അവസാനത്തേക്ക് ടെറിഡോഫൈറ്റിലേക്കൊക്കെ എത്തുമ്പോഴേക്കാണ് ഈ പറഞ്ഞത് മാതിരി റൂട്ട്സ്, സ്റ്റെം, ലീഫിലേക്കൊക്കെ ആയിട്ട് മാറുള്ളൂ. പക്ഷെ പിന്നെ അവിടുന്ന് അത് ആൻജിയോസ്പേം, ജിംനോസ്പേംസിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ റൂട്ട്സിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. റൂട്ട്സിൽ വ്യത്യാസങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇതൊക്കെ വരുന്നത്. അതായത് നമ്മൾ എന്താ പറയാ, പല ടൈപ്പ് ഓഫ് ഫ്രൂട്ടുകളുണ്ട്. ഒന്ന് നമുക്ക് ഇത് വരില്ലേ, ഉദാഹരണം എന്താ ഇതിന് പറയണേ, ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, അഡ്വന്റീഷ്യസ് റൂട്ട് എന്നിങ്ങനെ പറയുന്ന മൂന്നെണ്ണമായിട്ട് പ്രധാനമായിട്ടുള്ള ഈ മൂന്നെണ്ണങ്ങളായിട്ട് മാറുന്നത്. അതൊക്കെയാണ് ആൻജിയോസ്പേം, ജിംനോസ്പേംസ് എന്ന് പറയുന്നതിലേക്ക് മാറുന്നത്. ഓക്കെ, സോ ഈ വാസ്കുലർ സിസ്റ്റം എപ്പോഴും ഓർക്കണം. അവരുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇത്രയും നേരത്തിന്റെ ഇടയിൽ വന്നത് മുഴുവൻ ബ്രയോഫൈറ്റ റിലേറ്റഡ് തന്നെയാണ്. ഓക്കെ, അടുത്തത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു പിസസ്? ആനിമൽ കിങ്ഡത്തിൽ പെടുന്നതാണ്. പിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഫിഷ്, മീനുകളെ ഉദ്ദേശിക്കുന്നതാണ്. ഫിഷസ്. പിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ആണ്. ഡോഗ് ഫിഷ്, ജെല്ലി ഫിഷ്, സിൽവർ ഫിഷ്, സ്റ്റാർ ഫിഷ്, ഇതിലേതായിരിക്കും? പെർഫെക്റ്റ്, പാർവതി കറക്റ്റ് ആണ്. ഗുഡ്. കണ്ണടച്ച് നിങ്ങൾക്ക് പോവാം. ഡോഗ് ഫിഷ് ആയിരിക്കും നിങ്ങളുടെ ആൻസർ. പിസസ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഫൈലം, അതായത് ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നതില് സ്റ്റാർട്ടിങ് സാധനങ്ങളാണ് പിസസ്, ഫിഷസ്. 2 ചേംബർ ഓഫ് ഹാർട്ട് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര്. ഓക്കെ, അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പ്ലാറ്റി ഹെൽമിൻസ്? പ്ലാറ്റി ഹെൽമിൻസ് ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? നോട്ട് ട്രൂ. ജാനസ് കറക്റ്റ് ആണ്. ഗുഡ്. ബാക്കിയുള്ളവര് ആരെങ്കിലും? തെറ്റാണ്, തെറ്റിക്കോട്ടെ, വിഷയമില്ല. ഇതില് സെക്കൻഡ് ഓപ്ഷൻ, they have fluid filled body cavity known as coelom. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റി ഹെൽമിൻസിലല്ല ഉള്ളത്. ആർത്രോപോഡ്സ് എന്ന് പറയുന്ന വേറൊരു എന്താ പറയാ, നമ്മള് ആർത്രോപോഡ്സ്, ഇൻസെക്ട്സുകള്, ജോയിന്റ് സാധനങ്ങളൊക്കെ ആർത്രോപോഡ്സ്, അവരുടെയിലാണ് ഈ സാധനം കൂടുതൽ ഉണ്ടാവുക. ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി, സീലോൺ എന്ന് പറയുന്നത്. സീലോൺസ് അവരുടെ മൂവ്മെന്റിനും മറ്റേതിനൊക്കെ അങ്ങനെ അങ്ങനെ ഈ നമ്മൾ പറയില്ല, ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കൂല, ആ രീതിയിലുള്ള അതാണ്.
ഓക്കെ, എർത്ത് വേംസ്, ഇതിലൊക്കെയാണ് അത് കൂടുതലും നമുക്ക് കാണാൻ പറ്റുക. പ്ലാറ്റി ഹെൽമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് എന്താ പറയാ, ഫ്ലാറ്റ് വേംസ് ആണ്. ഫ്ലാറ്റ് വേംസ്. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഫ്ലാറ്റ്, അതായത് ഇവരെ ശരിക്കും അറിയപ്പെടുന്നത് ഡോർസോ വെൻട്രലി എന്ന് അറിയപ്പെടും. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആനിമൽസ് എന്നറിയപ്പെടും. ഏത് പ്ലാറ്റി ഹെൽമിൻസ് ഫ്ലാറ്റൻഡ് ആനിമൽസ് എന്നറിയപ്പെടും. കാരണം ഡോർസോ വെൻട്രലി എന്ന് പറഞ്ഞാൽ, ഡോർസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല, വെൻട്രലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് വരെ, അല്ലെങ്കിൽ തല മുതൽ ഉടൽ വരെ ഫുള്ളായിട്ട് ഫ്ലാറ്റൻഡ് ആണ്. പരന്ന് അടിച്ച് മറ്റേ സാധനമൊക്കെ അടിച്ച് നിരത്തി വെച്ചേക്കണ, പരത്തി വെച്ചേക്കണ മാതിരി ആയിരിക്കും ഇവന്മാരെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫ്ലാറ്റ് വേംസുകളാണ്. ഈ ടേപ്പ് വേംസ്, പ്ലാനേറിയ, അതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. പ്ലാനേറിയ, എനിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം. പ്ലാനേറിയ, ലിവർ ഫ്ലൂക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, അതിനെ കണ്ടു കാണും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ലിവർ ഫ്ലൂക്സ്, പ്ലാനേറിയ, ഇവരൊക്കെയാണ് ഈ പ്ലാറ്റി ഹെൽമിൻസിന്റെ ആൾക്കാർ. ഓക്കെ, ഫുൾ ടൈം കളയുന്നില്ല, അടുത്തേക്ക് പോവാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ. ഓർഗാനിസം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈലം ആർ കോൾഡ് സ്പോഞ്ചസ്. സ്പോഞ്ചസ് ഇപ്പൊ അവർക്ക് കുറച്ച് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. മുൻപേയും 2020 മുമ്പേയും ഇഷ്ടംപോലെ വട്ടം സ്പോഞ്ചസിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. സ്പോഞ്ചസ് ഏത് ഫൈലത്തിൽ പെടുന്നതാണ്? ഏത് ഫൈലമായിരിക്കും? എനി ഐഡിയ? സ്പോഞ്ചസിൽ എന്താ ഉള്ളത് നോക്കിയാൽ മതി. നമ്മൾ സ്പോഞ്ചസിന്റെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? പെർഫെക്റ്റ്, പാർവതി, കറക്റ്റ് ആണ്. മൊത്തം ഓട്ടകളായിരിക്കും, പോർസ് ആയിരിക്കും. അപ്പൊ ഇവര് വരുന്നതാണ്. യെസ്, അഭിനവ്, പെർഫെക്റ്റ്, ഗുഡ്. പോറിഫെറ, മൊത്തം ഇങ്ങനെ ഓട്ടോ 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 ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ സ്പോഞ്ചസ് അങ്ങനെയാണ്. കാരണം മാക്സിമം കളക്ടിങ്, വെള്ളം കളക്ട് ചെയ്യുക, ഇതാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ, ആ രീതിയിൽ ആലോചിച്ചാലും മതി, നിങ്ങൾക്ക് അങ്ങനെ കിട്ടാം. മൊത്തം പോഴ്സ് അവരുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പിറേഷൻ, എല്ലാ സംഭവങ്ങളും കൂടി അതിലൂടെ നടക്കുന്നതും ഈ പറയുന്ന പോർസ് വഴി തന്നെയാണ്. ഓക്കെ, പോറിഫെറ. അടുത്തത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കിൽ വൈറസസ് ബിക്കോസ് ദേ, എന്തുകൊണ്ടാണ് അവരെ കൊല്ലാൻ ബുദ്ധിമുട്ട്? എന്തുകൊണ്ട്? വേറെ ഒന്നുകൊണ്ടല്ല, സ്മോൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. യെസ്, പെർഫെക്റ്റ്, കാരണം അവർക്ക് ഒരു സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല, അതാണ് കാരണം. ഓക്കെ, അവർക്കൊരു സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. അടുത്തത്, ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ കിങ്ഡംസ്. 5 കിങ്ഡംസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഒന്നുമില്ല, താലോഫൈറ്റ ഏറ്റവും ബിഗിനിങ്, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേമ, ആൻജിയോസ്പേമ. ഓക്കെ, പ്രധാനമായിട്ടും ഈ രണ്ടെണ്ണം, ആദ്യത്തെ 3 വരുന്നത് ക്രിപ്റ്റോഗാമസും, മറ്റേ 2 പേര് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻഡ്രോഗാമസ്. ക്രിപ്റ്റോഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറും ഉണ്ടാവില്ല, സീഡും ഉണ്ടാവില്ല. എന്നാൽ ഫാൻഡ്രോഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ സീഡ്, അതായത് നിങ്ങൾ കാണുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന പോലത്തെ നല്ല വലിയ മരങ്ങളും ഇതെല്ലാം വന്ന് വിടുന്നത് ഫാൻഡ്രോഗാമസ്, ഇൻക്ലൂഡിങ് നമ്മൾ നെല്ല് കൃഷി, ഈ പറയുന്നതെല്ലാം, ചെടികളെല്ലാം അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ചിലതില്, അതിലും ഈ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്. ഇപ്പൊ ജിംനോസ്പേം, ആൻജിയോസ്പേംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലവരുടെ നേക്കഡ് സീഡ്സ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം കുരുമുളക്, അങ്ങനത്തെ ഇതൊക്കെ. എന്നാൽ ചിലവരുടെ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ ഉദാഹരണം മാങ്ങ, മാംഗോസ്, കോക്കനട്ടിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡൊക്കെ നേക്കഡ് അല്ല. നേക്കഡ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. മറ്റേത് സീഡ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം തണ്ണിമത്തനിലൊക്കെ അതിന്റെ ഉള്ളിലല്ലേ സീഡ് ഇരിക്കണേ, അത് ഫ്രൂട്ടിന്റെ അകത്തായിരിക്കും. അങ്ങനെ മാറും ആൻജിയോസ്പേമിലേക്ക്. ഇങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളാണ് ജിംനോ, ആൻജിയോ ഇതിലൊക്കെ വരുന്നത്. ഓക്കെ, ഇത് പ്ലാന്റ്സിന്റെ കേസസില്. ഞാൻ നേരത്തെ പറഞ്ഞ ആനിമൽസിന്റെ വരുമ്പോൾ അവരുടെ ബോഡി സിമെട്രി, അതായത് ചിലപ്പോൾ റേഡിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ബൈലാറ്ററൽ ആയിരിക്കും. നമ്മളൊക്കെ ബൈലാറ്ററൽ എന്ന് പറയും, അതായത് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ് മാതിരിയാണ്. നമ്മൾക്കൊക്കെ സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗവും റൈറ്റ് ഭാഗവും ഒരേപോലെ ഇരിക്കും. റേഡിയൽ എന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങും എങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ ഒരേ മാതിരി വന്നിരിക്കും. ഇപ്പൊ ഉദാഹരണം സ്റ്റാർ ഫിഷ് ഒക്കെ, അതൊക്കെ റേഡിയൽ സിമെട്രിയിൽ വന്ന് പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, അങ്ങനത്തെ വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും വരുള്ളൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഫൈലംസുകളാണ് ഈ കാണുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങളിപ്പോൾ ആൻസർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേറെ അടുത്ത ക്വസ്റ്റ്യൻസിൽ പോയിട്ട് നോക്കാം.
ഓക്കെ. അടുത്തത്, ഓൾ ദി ഇൻഡിവിജ്വൽസ് ഓഫ് എ പെർട്ടിക്കുലർ ഓർഗാനിസം സച്ച് ആസ് റോസ് പ്ലാന്റ്സ് ബിലോങ്സ് ടു ടാക്സോണമിക് കാറ്റഗറി കോൾഡ് ആസ്. ഇൻഡിവിജ്വൽ ഓഫ് എ പെർട്ടിക്കുലർ ഓർഗാനിസം, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം. ഇൻഡിവിജ്വൽസ് ഓഫ് എ പെർട്ടിക്കുലർ ഓർഗാനിസം സച്ച് ആസ് റോസ് പ്ലാന്റ്സ് ബിലോങ്സ് ടു എ ടാക്സോണമിക് കാറ്റഗറി കോൾഡ്. എന്ത് കാറ്റഗറി ആയിരിക്കും ആ വിളിക്കുന്ന കാറ്റഗറി? ഓൾറെഡി നമ്മൾ സ്പീഷീസ്, ജീൻസ്, ഫാമിലി, ക്ലാസ്, ഓർഡർ, ഫൈലം, കിങ്ഡം ഒക്കെ പഠിച്ചിരിക്കും. അപ്പൊ ഇവര് ഈ പറയുന്ന കാറ്റഗറി റോസസ് എല്ലാം കൂടി വരുന്ന കാറ്റഗറീനെ എന്ത് ഇതായിട്ട് വിളിക്കും? അവരെല്ലാരെയും കൂടി എന്തായിട്ട് വിളിക്കാം? സ്പീഷി ആണോ, ജീൻ ആണോ, ഫാമിലി ആണോ, ഓർഡർ ആണോ? പറയാമോ? വെറുതെ ഗസ് അടിക്കാമോ? ഓക്കെ, പാർവതി ഫാമിലി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചെടികൾ വരുന്നതാണ്. ഓക്കെ, റോസ് ഒരു റോസിൻ്റെത് മാത്രമാവില്ല, അവിടെ വേറെയും കുറച്ച് ചെടികളും കൂടി അതിലേക്ക് വന്നു വരും. ആ, അഭിനവ് കറക്റ്റ് ആണ്. സ്പീഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റോസിൽ തന്നെ നമുക്ക് പലതും ഇല്ലേ, മഞ്ഞ പൂക്കൾ ഉള്ളതുണ്ടാവും, ആ പൂക്കളുണ്ടാവും. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഇൻഡിവിജ്വൽ സ്പീഷീസ്, നമ്മളെ മാതിരി ഇൻഡിവിജ്വൽ ആൾക്കാര്, അവരെല്ലാം റോസ് പ്ലാന്റ്സ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അവരെല്ലാം കൂടി ഒരൊറ്റ ജീനസിൽ പെടുന്നതാണ് റോസ്. പക്ഷെ അത് അവരെല്ലാവരും കൂടി ഇപ്പൊ ആ റോസ് പ്ലാന്റ്സിന്റെ തന്നെ സിമിലർ ആയിട്ട് വരാവുന്ന വേറെ കുറച്ചും കൂടി എന്താ പറയാ, ഉദാഹരണം, ഇപ്പോ റോസിന്റെ സിമിലർ ആയിട്ട് വരാവുന്ന വേറെ കുറച്ച് ചെടികൾ, അവരെല്ലാവരും കൂടി കൂടുമ്പോഴാണ് അതൊരു ഫാമിലി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ വരുന്ന വ്യത്യാസം. സോ ഇവിടെ ജീനസ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ? എഗെയിൻ ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആ ആ വാക്കുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പാർവതി ഇതിന്റെ ആൻസർ ആണോ പറഞ്ഞത്? ഓക്കെ, പെർഫെക്റ്റ്, കറക്റ്റ് ആണ്. സോ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, എഗെയിൻ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ കഴിവില്ലാണ്ട് ഈ പറയുന്ന മാതിരി ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് അതിലോട്ട് ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫീഡിങ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്, അവരെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഉദാഹരണം നമ്മുടെ മഷ്റൂം, ഫംഗൈ, കുറച്ച് ബാക്ടീരിയാസ്, ഇവരൊക്കെ ഇതിൽ വന്ന് പെടുന്നവരാ. അഗാരിക്കസ് എന്ന് പറയുന്ന സാധനം ഒരു സാപ്രോഫൈറ്റ് ആണ്. അതൊരു മഷ്റൂമിന്റെ ഒരു ജീനസ് ആണ്. ഓക്കെ, ഈ അഗാരിക്കസ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സാപ്രോഫൈറ്റ്? ഇതിലൊക്കെ ഈ ഇങ്ങനത്തെ ഇവരുടെ എന്താ പറയുക ബയോളജിക്കൽ നെയിം വരുമ്പോഴാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പെടുക, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇതിലും ഏതായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേറെ ആരുമല്ല, ഇദ്ദേഹമാണ് റൈസോപ്പസ്. എഗെയിൻ ഒരു ഫംഗൈ ആണ്, നമ്മുടെ ബ്രെഡ് മോൾഡിലൊക്കെ കാണുന്ന ആശാൻ. ഓക്കെ, റൈസോപ്പസ് അതും ഒരു സാപ്രോഫൈറ്റ് ആണ്. കാരണം അതൊരു, വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, അതും പുള്ളിയൊരു ഫംഗൈ ആണ്. ഈസ്റ്റ് വിച്ച് ഈസ് യൂസ് ടു മേക്ക് ബ്രെഡ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ്. പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത്. ഇപ്പൊ കുറെ നേരമായിട്ട് അവരുടെ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, പെർഫെക്റ്റ്, വേറെ ഒന്നുമല്ല. ഗുഡ്, കറക്റ്റ്, എല്ലാവരുടെയും ഫംഗൈ തന്നെ, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ. അടുത്തത്, ഹിഫേ എന്ന് പറയുന്നത് എന്താണ്? എന്ത് കാറ്റഗറിയിൽ പെടുന്നു? എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടാവില്ല, പോട്ടെ. ആ, പെർഫെക്റ്റ്, അനുമോൾ കറക്റ്റ് ആണ്. ഗുഡ്.
ത്രെഡ്സ് ആണ്. എഗെയിൻ ഹിഫേസ് ഇതൊരു ഫംഗൈ റിലേറ്റഡ് ആണ്. സോ ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ, കുറെ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ബ്രയോഫൈറ്റ, ഫംഗൈ, താലോഫൈറ്റ. മറ്റുള്ളവരുടെ നിന്നും ഒട്ടും അധികം വന്നിട്ടില്ല. ഇഫ ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ആണ് ഇത്. ഇഫ എന്ന് പറയുന്നത് ഒരു ഇനി നാര് മാതിരി, മെയിൻ ആയിട്ട് ഇത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനാണ്. ടു അബ്സോർബ് ന്യൂട്രിയൻ, അതും കൂടി നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ടു അബ്സോർബ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ടാണ് ഈ ഹിഫെ എന്ന് പറയുന്ന സാധനം. ഫംഗൽ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിവിങ് ഓർഗാനിസം ഗീവ്സ് ലിറ്റ്മസ്? നമ്മൾ ലിറ്റ്മസ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ നടത്തിയിട്ടുണ്ടാവും. ആ ലിറ്റ്മസ് ടെസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഇനി ഐഡിയ? വേറെ ആരുമല്ല, ഈ പുള്ളിയാണ്, പൊട്ടാസോഡ്. അത് തന്നെ, കറക്റ്റ്. ലീച്ചൻസ് ഇവരാണ്. LL അങ്ങനെ ഓർത്താലും മതി, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഓക്കെ, ലീച്ചൻസ് ആണ് ലിറ്റ്മസ് ഇതിന് വേണ്ടിയിട്ട് തരുന്ന ജീവികളുണ്ടത്. ഓക്കെ, അടുത്തത് അണ്ടർ ദ കിങ്ഡം പ്ലാന്റ്, അതായത് ചെടികൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിവിജ്വൽ ആർ പ്രീഡോമിനന്റ്ലി അക്വാട്ടിക്? പ്രീഡോമിനന്റ്ലി അക്വാട്ടിക് ആരായിരിക്കും? വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്നത്. ബ്രയോഫൈറ്റ ആംഫീബിയൻസ് ആണ്. ടെറിഡോഫൈറ്റ മൊത്തം ലാൻഡ് ആനിമൽ, ലാൻഡ് കരയിലേക്ക് എത്തുന്ന സാധനങ്ങളാണ്. ജിംനോസ്പോംസ് വലിയ വലിയ മരങ്ങളാണ്. അപ്പൊ വേറെ ആരുമല്ല, ആൽഗേസ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം താലോഫൈറ്റ അതിൽ പെടുന്ന ആശാനാണ് ഏത്? ആൽഗെ, ഫംഗൈ, ഇവരൊക്കെ അതിന്റെ അകത്ത് പെടുന്നവരാ. ബറയോഫൈറ്റ അടുത്ത ഒരു ഹയർ വേർഷനിലേക്ക് മാറുന്നവരാ. ടെറിഡോഫൈറ്റ കുറച്ചും കൂടി ലാൻഡിലേക്കൊക്കെ നീങ്ങി, എന്നാ എന്താ പറയാ, ഈ പറഞ്ഞത് മാതിരി സീഡോ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ ജിംനോസ്പം ആൻജിയോസ്പം എന്ന് പറഞ്ഞാൽ സീഡ് ഫ്ലവർ വരുമ്പോൾ അവരൊരിക്കലും എന്തിലേക്ക് പോകില്ല? വെള്ളത്തിലേക്ക് പോകില്ല. അവരെല്ലാം കരയിലുള്ള വലിയ വലിയ സാൻഡൽവുഡ് വരെ വരുന്ന സാധനങ്ങളൊക്കെ ഇതിൽ പെടും, ജിംനോസ്പമില്. ഓക്കെ, അടുത്തത് രൂപ ആൻഡ് സച്ചിൻ ഒബ്സർവ്ഡ് ആൻ ആനിമൽ ഇൻ ദ സ്കൂൾ ഗാർഡൻ. Rupa called it an insect while Sachin identified it as an earthworm. Which one of the following characteristics confirms that it is an insect? അതായത് രൂപ പറഞ്ഞതാണ് ശരിയെന്നാ പറയണേ. അങ്ങനെയാണെങ്കിൽ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് അത് ഇൻസെക്ട് ആണ് എന്നുള്ളത് തെളിയിക്കുന്നത്? ഏതായിരിക്കും? ബി അല്ല, പോട്ടെ. ആ, അഭിനവ് കറക്റ്റ് ആണ്, ഗുഡ്. ഇവര് അറിയപ്പെടുന്നത് ഏത് ഫൈലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇൻസെക്ട്സ് ഒക്കെ കേട്ടോ. ലാർജസ്റ്റ് ഫൈലമാണ് ആനിമൽ കിങ്ഡത്തില്. ഫൈലം ആർത്രോപോഡ എന്നറിയപ്പെടും. ഫൈലം ആർത്രോപോഡ. ഇവരെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മളൊരു പേര് പറയും, എന്റമോളജി. എന്റമോളജിസ്റ്റ് അതിനെ കുറിച്ച് പഠിക്കുന്നവര്. എന്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. ഓക്കെ, ആർത്രോപോഡ എന്നറിയപ്പെടുന്ന ലാർജസ്റ്റ് ഫൈലമാണ് ആനിമൽ കിങ്ഡത്തിലെ ലാർജസ്റ്റ് ഫൈലം. കാരണം എല്ലാ സാധനങ്ങളും, ഇത് ഇൻസെക്ട്സ്, നമ്മുടെ സ്പൈഡർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ ജോയിന്റ് ലെഗ്സ് ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ബോഡി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇതാണ് അവരുടെ പ്രധാനം, ജോയിന്റ് ലെഗ്സ്. അടുത്തത് പേൾസ് ആണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പേൾസ് എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങളിത് കഴിക്കുന്നതാണ്. ഇത് മിക്കവാറും കുറച്ച് പേരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും ഈ സാധനം. യെസ്, പെർഫെക്റ്റ്. അഭിനവ് കറക്റ്റ്. പാർവതി കറക്റ്റ്. വേറെ ഒന്നിൽ നിന്നുമല്ല, ഓയിസ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ പേൾസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അറിയാത്തവർ നോട്ട് ചെയ്തോ. അടുത്തത് ആനിമൽസ് വിച്ച് ആർ മറൈൻ അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമെട്രിക്കൽ ഹാവ് സീലോൺ ആൻഡ് എ നോട്ടോകോഡ് ബട്ട് നെവർ ഫോം എ വെർട്ടിബ്രൽ കോളം ആർ പ്ലേസ്ഡ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്സ്?
മമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വന്നോളും. വെർട്ടിബ്രൽ കോളം അതിനകത്ത് ഉണ്ടാകും. മാമൽസ് ഏറ്റവും ഫൈനൽ വന്ന ആൾക്കാരാണ്, അപ്പൊ അത് പറ്റില്ല. വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞാൽ എഗെയിൻ വെർട്ടിബ്രൽ കോളം ഉണ്ടായിരിക്കും. കോർഡേറ്റ എഗെയിൻ വെർട്ടിബ്രൽ കോളം ഉണ്ടായിരിക്കും. പക്ഷെ പ്രോട്ടോ കോർഡേറ്റ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വെർട്ടിബ്രൽ കോളം വരില്ല. സോ പ്രോട്ടോ നോട്ട് ചെയ്തോളൂ, പ്രോട്ടോ ക്രോഡേറ്റ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ഹാസ് എ 3 ചേംബർ ഹാർട്ട്? 3 ചേംബർ ഉള്ളത് ഈ കൂട്ടത്തിൽ ആർക്കാണ്? എന്തായാലും നമുക്കാവില്ല എന്നറിയാം, അപ്പൊ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കട്ടായി. പിന്നെ ആർക്കായിരിക്കും? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. 3 ചേംബർ വരുന്നത് വേറെ ആർക്കല്ല, ഈ പുള്ളിക്കാണ്. സലമാൻഡർ. ഓന്തുകളുടെ പോലെ നിറം മാറുന്ന കുറച്ചും കൂടി വലിപ്പമുള്ള സാധനങ്ങൾ സലമാൻഡേഴ്സ്. ഓക്കെ. പീജിയൻ ബേർഡ്സിനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, നമ്മളെ മാതിരി തന്നെ 4 ചേംബർ ഉണ്ടാവും. സ്കോളിയോഡോൺസ് 2 ചേംബർ ഒക്കെ ഉള്ളതാണ്. ഫിഷസ് ഇൻസെക്ട്സിനൊക്കെ 2. അവിടുന്ന് മുകളിലേക്ക് മാറുന്ന റെപ്റ്റീലിയ എന്ന് പറഞ്ഞ റെപ്റ്റൈൽസുകൾക്കൊക്കെ 3 ചേംബർ ആയിട്ട് മാറും. ഓക്കെ. അവിടെ നിന്നും എല്ലാ എന്താ പറയുക, ബേർഡ്സിലേക്കൊക്കെ എയ്പ്സ് എന്ന് പറയുന്ന ബേർഡ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ 4 ചേംബറുകളിലേക്കായിട്ട് മാറും. ഒരു വട്ടം ക്വസ്റ്റ്യൻ വന്നിരുന്നത് വിച്ച് ഈസ് ഹാവിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. അത് ബേർഡ്സിനായിരിക്കും. ഓക്കെ. ഇതിൽ ഏതാണ് ഫ്രീ ലിവിങ് ആനിമൽ? ഈ കൂട്ടത്തിലെ ഫ്രീ ലിവിങ് ആരാ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആരൊന്നും മിണ്ടുന്നില്ല. കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യാത്തോണ്ടാണ് ചോദിക്കണേ. ഓക്കെ ആണോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സോ ഇതിൽ ഏതായിരിക്കും ഫ്രീ ലിവിങ്? അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട്, പാരസൈറ്റിക് അല്ല, അതായത് ഒരാളെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യില്ല, സ്വന്തമായിട്ട്. നമ്മൾ പറയില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഇതെല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളേക്ക്, നിങ്ങൾ ആരെയും വേണ്ട എന്നൊക്കെ പറയുന്ന മാതിരി ഉള്ള ഇതിൽ ഈ കൂട്ടത്തിൽ ആരായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ? പ്രധാനമായിട്ട് നമ്മൾ എർത്ത് വേർമ്, പ്ലാനേറിയ. ഓക്കെ. ഇവരൊക്കെ ഫ്രീ ലിവിങ് ആണ്. അതേമാതിരി കുറെ ഇൻസെക്ട്സുകൾ, ഇവരെല്ലാവരും ഫ്രീ ലിവിങ് ആണ് സാധനങ്ങളാണ്. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരസൈറ്റിക് സംഭവങ്ങൾ അവരുടെ ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ നിലനിൽപ്പ് നടക്കും. ചിലപ്പോൾ അവരുടെ റീപ്രൊഡക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ മെറ്റബോളിക് കാര്യങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ. ഗൃഹർ ജോഹർ മെൻഡൽ അറിയാലോ, ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ്. നമ്മുടെ ഈ പറയുന്ന മാതിരി നമ്മുടെ ക്രോമസോംസിന്റെ കാര്യങ്ങള്, നമ്മുടെ ഇൻഹെറിറ്റൻസ്, ഈ പറയുന്ന മാതിരി നമ്മുടെ തലമുറകളുടെ ഡെവലപ്മെന്റ്, ഇതെല്ലാം കണ്ടുപിടിച്ചതിന്റെ ആശാനാണ്. ഓക്കെ. ബ്ലഡ് ഗ്രൂപ്പും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, അതൊന്നും വിഷയമില്ല. ക്വസ്റ്റ്യനിലേക്ക് സ്ട്രേറ്റ് പോവാണ്, കാരണം 10-65 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് തീർക്കാൻ, അതുകൊണ്ടാണ്. ഒരു പീ പ്ലാന്റ്, എ പ്യുർ ടോൾ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് എ ഷോർട്ട് പ്ലാന്റ്. നമ്മൾ പല ടൈപ്പ് ഓഫ് ബയോ ഡൈവേഴ്സിറ്റി ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പലതും ചെയ്യില്ലേ, ഷോർട്ട് പ്ലാന്റ്, അങ്ങനെ പൊക്കം കുറഞ്ഞത്, ഗ്രാഫ്റ്റിംഗ്, അങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ ചെയ്യില്ല, അതിന്റെ ഓരോ ടൈപ്പ് ആണത്. അപ്പൊ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് പ്യുർ ടോൾ പ്ലാന്റ്സ് ടു ഷോർട്ട് പ്ലാന്റ്സ് ഇൻ ദി F2 ജനറേഷൻ എന്നാണ് ചോദ്യം. മിക്കവാറും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കോളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈക്വൽ ആയിരിക്കും. ഓക്കെ. ടോളും ഷോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. ടോളും വരുമ്പോൾ അത് 2:1 അല്ലെങ്കിൽ 3:1 റേഷ്യോസിലേക്ക് മാറിയെന്ന് വരും. ഇഗെയിൻ ഇതും ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട കുറച്ച് കേസസ് ആണ്. ഇപ്പൊ പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ തീർന്നോളണമെന്നില്ല. നിങ്ങൾക്ക് അതിനായിട്ട് ഒരു വേറെ ക്ലാസ്സസ് വെച്ച് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുള്ള പാർട്ടുകൾ അങ്ങനെ വേറെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് ആ സമയങ്ങളിൽ ഫുള്ളായിട്ട് ഞാനത് പറഞ്ഞു.
ഓക്കെ. എഗെയിൻ ഇത് ആകെ ഒരൊറ്റ കുറെ കൊല്ലങ്ങൾക്കിടയിൽ ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നതേ ഉള്ളൂ. അതിന് മുമ്പേ ഒന്നും ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനത്തെ കണ്ടിട്ടും ഇല്ല. ഓക്കെ. പക്ഷെ ഇന്ന് ഇത് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വന്നാലും അത് അത്രയും ആ ഒരു സാധനത്തിനായിട്ട് ഒരുപാട് സ്ട്രെസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അടുത്തത്, മ്യൂട്ടേഷൻ ഇൻ എ വൈറസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ്. എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വ്യത്യാസനം ആ സാധനത്തിൽ വൈറസിൽ വരുന്ന. ഇപ്പൊ നമ്മൾ പറയില്ലേ മറ്റേ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോ ആദ്യം കോവിഡ് സാർസ് കോവ് 2 എന്നായിരുന്നു, പിന്നെ അത് 2.1, പിന്നെ 2.1012 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതാണ് മ്യൂട്ടേഷൻ വേരിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്നത് എന്താണ് എന്നുള്ള കാരണം എന്താണ്? യെസ്, പെർഫെക്റ്റ്, സിമ്പിൾ. അതന്നെ പാർവതി, എല്ലാവരും കറക്റ്റ് ആണ്. ഗുഡ്. ജനറ്റിക് മെറ്റീരിയലിന്റെ വ്യത്യാസമാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ. കാരണം അതാണ് ആ മാറ്റം വരുത്തുന്നത്. അടുത്തത്, ഇൻ ഹ്യൂമൻ ബീങ് ദ ക്രോമസോം ദാറ്റ് ഡിറ്റർമൈൻ ബർത്ത് ഓഫ് എ നോർമൽ ഫീമെയിൽ ചൈൽഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. നമ്മളെപ്പോഴും പറയും അച്ഛൻ്റെ നിന്നും അമ്മയിൽ നിന്നുമാണ് എന്ത് വരുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? യെസ്, കറക്റ്റ്. അല്ല, ജനസ് അല്ല. എപ്പോഴും ഫാദറിന്റെ കയ്യില് എന്തുണ്ടാകും? അല്ല, ഒരു മദറിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന എക്സ് എക്സ് ക്രോമസോംസും ഫാദറിന്റെയിലാണ് XY ക്രോമസോം. അതായത് ഒരു മെയിൽ ആവണമെങ്കിൽ XY ആവണം, ഫീമെയിൽ ആവണമെങ്കിൽ അത് XX ആവണം. ഓക്കെ. അപ്പൊ നമ്മൾ പറയില്ലേ പെയർ ഓഫ്, അപ്പൊ അച്ഛൻ്റെ നിന്ന് 23 വരുന്നു, 46 ക്രോമസോംസ് ആകുമ്പോൾ ഒരു പുതിയൊരു ഇത് ഫോം ചെയ്യുന്നു. അപ്പൊ അമ്മയുടെ 23 വരുന്നു, അച്ഛൻ്റെ 23 വരുന്നു. അതിൽ അമ്മയുടെ നിന്നും എപ്പോഴും XA വന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ, അതാണ് നമ്മളിപ്പോഴും ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് എ ചൈൽഡ് എന്ന് പറയുന്നത് മാതിരി. അപ്പൊ എന്താ, അച്ഛൻ്റെ നിന്നും വരുന്ന ക്രോമസോമിനനുസരിച്ചിട്ടായിരിക്കും ഇതിൽ ആൻസർ വരിക. ഓക്കെ. അപ്പോ XX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഒരു പെൺകുട്ടി ഉണ്ടാവും. അപ്പൊ അച്ഛൻ്റെ നിന്നും X വന്നു, അമ്മയുടെ നിന്നും X ക്രോമസോം വന്നാൽ അതൊരു ഫീമെയിൽ ചൈൽഡ് ആയിട്ട് ഫോം ആവും. അച്ഛൻ്റെ നിന്ന് Y ആണ് വന്നത്, അമ്മയുടെ നിന്ന് എപ്പോഴും X വരില്ല, അപ്പൊ അതൊരു ആൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. യെസ്, പാർവതി, കറക്റ്റ്. ഓക്കെ. XX XY ക്രോമസോം ഓർത്താൽ മതി. അടുത്തത്, വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ കൺസിഡേർഡ് അനലോഗസ് സ്ട്രക്ചേഴ്സ് ബിക്കോസ് ദേ ഹാവ്. എന്തുകൊണ്ടാ? ബിക്കോസ് ദേ ഹാവ്. രണ്ടുപേർക്കും പറക്കാനൊക്കെ തന്നെയാ, പക്ഷെ ഒറിജിൻ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തിൻ്റെത് 4 legs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ് ആണ്, അതായത് ബേർഡ്സിലൊക്കെ. പക്ഷെ ബാറ്റിന് അങ്ങനെയല്ല. അത് അവരുടെ ഫോർമേഷൻ കഴുത്തിന്റെ അവിടെ നിന്നേ, തലയുടെ അവിടെ നിന്നേ അതൊരു ഫോമിംഗ് ആയിട്ട് വന്നു. പക്ഷെ ഒറിജിൻ രണ്ടിലും വ്യത്യാസമാണ്, പക്ഷെ ഫംഗ്ഷൻ രണ്ടും സെയിമാ. രണ്ടിനും പറക്കാനൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വേരിയേഷൻ ഈസ് നോട്ട് ട്രൂ? ഇതിലേതായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, വേറൊന്നല്ല. ഓൾ വേരിയേഷൻ ഇൻ സ്പീഷീസ് ഹാവ് ഈക്വൽ ചാൻസസ് ഓഫ് സർവൈവൽ. അതായത് പല ടൈപ്പുകളായിട്ട് ഉണ്ടാവാമല്ലോ നമുക്ക്. സെക്ഷൽ ഉണ്ടാവാം, ഹെർമോഫ്രോഡൈറ്റ് ആയിട്ട് ഉണ്ടാവാം, അതായത് വേംസ് ഒക്കെ ഹെർമോഫ്രോഡൈറ്റിക് എന്നൊക്കെ പറയുന്ന മാതിരി. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് വേരിയേഷൻസുകളായിട്ട് മാറുന്നതാണ്. പക്ഷെ എന്നാലും എല്ലാത്തിനും സർവൈവൽ ചാൻസസ് ഈക്വൽ ആണ്. ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ, അതേമാതിരി നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് സൈലം, ഫ്ലോയം ആൾക്കാർ. ഓക്കെ. സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ, ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്. എഗെയിൻ അതിലും നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈലം എന്ന് പറയുന്നത് ഡെഡ് സാധനങ്ങളായിരിക്കും, കാരണം അവർ റൂട്ടിലാണ്. ഓക്കെ. ഫ്ലോയം എപ്പോഴും പ്ലാന്റിന്റെ ലീഫ് ഭാഗത്ത്, അപ്പൊ ഇവരെപ്പോഴും ഒരു ലിവിങ് സെല്ലാണ്. സൈലം എപ്പോഴും ഒരു
എന്താ പറയുക, ഡെഡ് ടിഷ്യൂസസ് ആണെങ്കിൽ ഇവൻ ഒരു ലിവിങ് ടിഷ്യൂ ആണ്. ഓക്കെ, ഇത് അഗെയിൻ നിങ്ങളൊന്ന് നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ട്രാൻസ്പോർട്ടിംഗ് ആണ് സോലുബിൾ പ്രൊഡക്ട്സുകളൊക്കെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, ഇതെല്ലാം എന്താ പറയുക, നോർമൽ ഫോട്ടോസിന്തസിക് പ്രോസസ്സാണ്. അതായത് ലൈറ്റ് എനർജീനെ എന്തായിട്ട് മാറ്റുന്നു, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എനർജി ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോഴാണ് ആ ATP, നമ്മൾ മുമ്പ് പഠിച്ച ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന എനർജി അബ്സോർപ്ഷൻ മോളിക്യൂൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ സെയിം ഇതേമാതിരി നമുക്ക് 2 ടൈപ്പ് ഉണ്ടാവും, എസെക്ഷൽ ഉണ്ടാവാം, സെക്ഷലും ഉണ്ടാവാം. ഓക്കെ, അതായത് എസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാരന്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്താ രണ്ടും ജനനം, ഫെർട്ടിലൈസേഷൻസ് എല്ലാം നടക്കുന്നത്. സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പോലെ, അതായത് സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയുക സ്പേമും എഗ്ഗും എല്ലാം മറ്റൊന്നിൽ തന്നെ ആയിരിക്കും. പക്ഷെ സെക്ഷലിൽ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതിന്റെ ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അതാണ് ആ വ്യത്യാസങ്ങൾ. ഈ പോളിനേഷൻസ് ഒന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാ, ചിലപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. എന്തൊക്കെ ടൈപ്പ് ഓഫ് പോളിനേഷൻസ് ഉണ്ടെന്ന് നമുക്ക് വരും. ഒന്ന് വിൻഡ്, എപ്പോഴും ഏറ്റവും കോമൺ അല്ലെങ്കിൽ ഏറ്റവും വളരെ കോമണും അല്ലെങ്കിൽ എപ്പോഴും കാണുന്നത് അനിമോഫില്ലി, അല്ലെങ്കിൽ നമ്മൾ വിൻഡിനെ കുറിച്ച് പഠിക്കുന്നത് അനിമോമീറ്റർ, അതിന്റെ അളക്കുന്നത് സ്പീഡ് ഓഫ് വിൻഡ് അളക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതൊക്കെ കാണാൻ പറ്റും നമ്മുടെ എയർപോർട്ടിലൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അനിമോമീറ്റർ, അതിന്റെ വേഗത എങ്ങോട്ടാ, എത്രയുണ്ട്, ഡയറക്ഷൻ, ഇതൊക്കെ അറിയാൻ പറ്റുന്ന അനിമോമീറ്റർ. അപ്പൊ അനിമോഫില്ലി. ഇൻസെക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡമോളജി, അതിനെ കുറിച്ച് പഠനം, എൻഡമോഫില്ലി. ബാറ്റ്സ്, ക്രയോപെട്രോഫിലി. അതേമാതിരി ആൻസ്, ഇത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, മിർമിക്കോഫിലി. മിർമിക്കോളജി എന്നാണ് അതിനെക്കുറിച്ചുള്ള അവന്മാരെ കുറിച്ചുള്ള പഠനവും. ആൻസിന് മിർമിക്കോഫിലി എന്ന് പറയും. വാട്ടർ ഹൈഡ്രോ എന്നുള്ളത് ഓർക്കാൻ പറ്റും. ബേർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർണിത്തോളജി, അതിനെ കുറിച്ചുള്ള പഠനമാണ്. ഓർണിത്തോളജി, ബേർഡ്സിനെ കുറിച്ചുള്ള പഠനം. സ്നെയിൽസ്, മാലക്കോഫിലി. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് വേരിയസ് ഏജൻസുകൾ, പ്രധാനമായിട്ടും പോളിനേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഏജന്റുകൾ ഈ ഒരു 7 എണ്ണങ്ങളാണ്. 7 ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 10-30 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വേഗം തീർക്കാവേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പിറേഷൻ? പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പോർട്ടേഷൻ അല്ല, ട്രാൻസ്പിറേഷൻ. ഏതായിരിക്കും? പറയാമോ? ഇതൊക്കെ ആരൊന്നും ഇല്ലാത്ത. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ സ്വെറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ലോസ് ഓഫ് വാട്ടർ. അവരുടെ കൂളിംഗ് ഇഫക്റ്റുകൾ നടത്തുന്നത് ഈ വഴിയാണ് പ്ലാന്റ്സിന്റെ. അതിനാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് വാട്ടർ, വാട്ടർ ലോസ് ചെയ്യുന്നത് എവിടുന്നായിരിക്കും? വേറെ ഒരു സ്ഥലമല്ല, സ്റ്റൊമാറ്റോ വഴിയാണ്. ഓക്കെ, അതിനാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ന്യൂട്രിയൻ അപ്ടേക്ക്, കൂളിംഗ് ഇഫക്റ്റുകളൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്ത്, കാരണം ഒരു വട്ടം ഈ രീതിയിലും ചോദ്യം വന്നിട്ടുണ്ട്. കൂളിംഗ് ഇഫക്റ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാന്റ്സിന് കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കാൻ ഇതാക്കുന്നത്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ. അടുത്തത്, ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ആക്സിലറേറ്റ്സ് ഡ്യൂ ടു. ട്രാൻസ്പിറേഷൻ എപ്പോഴായിരിക്കും കൂടുക? എനിക്ക് നേരത്തെ ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എപ്പോഴായിരിക്കും പറയാമോ? എന്തെങ്കിലും ഒരെണ്ണം. നിങ്ങൾ എപ്പോഴാ സ്വെറ്റ് ചെയ്യുക? പെർഫെക്റ്റ്, കറക്റ്റ്, അത്രേ ഉള്ളൂ. അതന്നെ, കറക്റ്റ്, ഗുഡ്. നമ്മൾ വേർക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ടെമ്പറേച്ചർ ചൂട് കൂടുമ്പോൾ നമ്മൾ കിടന്ന് വേർക്കും. അതന്നെ അവരും ചെയ്യുന്നത്. സ്വെറ്റിംഗ്, ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സ്വെറ്റിംഗ് എന്നുള്ള രീതിയിൽ ആലോചിച്ചോ. സ്വെറ്റ് ചെയ്തിട്ട് കൂളാക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതാകുന്നു. അടുത്തത്, പ്രീ മെച്ചുവർ ലീഫ് ഫോൾ ആൻഡ് വീക്ക്നെസ് ഇൻ പ്ലാന്റ്സ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അത്?
ചിലപ്പോൾ അറിയാൻ സാധ്യതകളില്ല, പോട്ടെ കുഴപ്പമില്ല. ഇതാണ് ഇതിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ്. ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഇലകള് കൊഴിഞ്ഞു വീഴുക. നമ്മൾ ജീവിതമൊക്കെ കൊഴിഞ്ഞു പോകണുണ്ടോ എന്നൊക്കെ പറയും. നേരത്തെ ഇല മൊത്തം മൂത്തിട്ടില്ല, അതിനു മുമ്പേ അത് കൊഴിഞ്ഞു പോയി. അതെല്ലാം ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട്. മിനറൽസ്, ഓരോ മിനറലുകളുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന മാതിരി തന്നെ പ്ലാന്റ്സിന്റെ ബോഡിയിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. വിച്ച് എലമെന്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾ? ഇത് ഒരുപാട് വട്ടം ചോദ്യം വന്നിട്ടുള്ളതാ, കുറച്ച് ഇമ്പോർട്ടന്റ്. വേറെ ആരുമല്ല, മെഗ്നീഷ്യം. ക്ലോറോഫിലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ആണ്. ഓക്കെ, സോ അത് ഓർത്തിരിക്കണം, കാരണം അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അഗെയിൻ ഇവിടെയും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദ പ്ലാന്റ്സ് ഹാവിംഗ് യെല്ലോ ലീവ്സ് വിത്ത് ഡെഡ് സ്പോട്സ് ഹാസ് ദ ഡെഫിഷ്യൻസി ഓഫ്. എന്തിന്റെ ആയിരിക്കും ആ ഡെഫിഷ്യൻസി വരാൻ കാരണം? നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു, അപ്പൊ അതൊന്നും തന്നെ നിങ്ങൾക്ക് കിട്ടും. അഗെയിൻ മെഗ്നീഷ്യം തന്നെയാണ് ഇവിടെയും ആൻസർ. ഓക്കെ, ഈ ഒരു എലമെന്റിന്റെ മിനറലിന്റെ ഗുണം കൊണ്ടാണ്, അതായത് ക്ലോറോഫിൽ, അതും ഡെഡ് സ്പോട്സ് വരുന്നത്, അതായത് മഞ്ഞ കളറൊക്കെ വന്നിട്ട്, കാരണം ക്ലോറോഫിൽ പ്രശ്നങ്ങളിൽ വരുന്നത് ഈ മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയുമ്പോഴാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഫോർ ഫോട്ടോസിന്തസിസ്? പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിലിപ്പോ ഏതിനെയാണ് ഫോട്ടോസിന്തസിസിൽ വേണ്ടാത്തത്? എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ് അതന്നെ, പെർഫെക്റ്റ്. ഓക്സിജന്റെ ആവശ്യമില്ല, കാരണം അവർ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതൊക്കെ 2 കൊല്ലം മുമ്പ് വന്ന ക്വസ്റ്റ്യനാ, ഇത്രേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ബയോളജിയിൽ. ഓർഗാനിസം കേപ്പബിൾ ഓഫ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് പ്രിൻസിപ്പൽ കാർബൺ സോഴ്സ് ആർ കോൾഡ് ആസ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർ, അവരെ വിളിക്കുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, ദേ ആർ കോൾഡ് ആസ് ഓട്ടോട്രോപ്സ്. ഓക്കെ, അവരാണ് ഓട്ടോട്രോപ്സ്. അപ്പൊ പാരസൈറ്റ് എന്താണെന്ന് അറിയാലോ, വേറെ ആൾക്കാരിൽ പെടുന്നവരോ. അപ്പൊ നമ്മുടെ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്ന ആൾക്കാര്. ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് മാതിരി ഫുഡീസ് ആണ് അവർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോട്രോപ്സ്. പക്ഷെ വേറെ ആൾക്കാരിൽ ഡിപ്പെൻഡ് ചെയ്യും, അതായത് എല്ലാ ഈ പറയുന്ന ഫംഗസ്, മൈക്രോബ്സ്, ആനിമൽസ്, ഇവരെല്ലാം ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ പോയിട്ട് ഇടപെടുന്നവർ തന്നെയാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോട്രോപ്സ് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. അടുത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ സൈറ്റോപ്ലാസം റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ്. എന്തായിരിക്കും? എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നിങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്ലൂക്കോസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? അങ്ങനെ ആലോചിച്ചവരെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആണ്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ അകത്ത് നടക്കുന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾ ഗ്ലൂക്കോസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അത്രയും ഓർത്താൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, എന്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ ഇൻസ്റ്റന്റ് എനർജിക്ക് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്നെയാണ്. അതന്നെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനോ അല്ലെങ്കിൽ ഓക്സിജൻ ഫോർമേഷനോ അതിലല്ലല്ലോ വരുന്നത്. കുറെ കാര്യങ്ങൾ പ്ലാന്റ്സ്, ആനിമൽസിലൊക്കെ സെയിം ആണ്. ഓക്കെ, ദ ഗ്യാസ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് എ പ്രോസസ് ഇൻ പ്ലാന്റ്സ് ഈസ് എ റിക്വയർമെന്റ് ഫോർ അനദർ വൈറ്റൽ പ്രോസസ് ദാറ്റ് റിലീസസ് എനർജി. Given below are 4 combination of the process and product. Identify the correct answer. ഇതിൽ ഏതൊരെണ്ണം എടുക്കുമ്പോൾ അടുത്തത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു എനർജി വൈറ്റൽ പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതായിരിക്കും? റെസ്പിറേഷന് നൈട്രിക് ആസിഡ് ആണോ? ഒരിക്കലും പറ്റില്ല. അത് കിട്ടുന്നത് അതുകൊണ്ടാണ്. നൈട്രിക് ആസിഡ് ആണോ പുറത്തു വരിക? അല്ല. അവർക്ക് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് വഴി. ട്രാൻസ്പിറേഷൻ, വാട്ടർ വേപ്പർ അല്ല. പക്ഷെ ഫോട്ടോസിന്തസിസ് പ്രോസസ് വഴി നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? എനർജി റിലീസ് ആവുന്നത് ഓക്സിജൻ ആണ്. അത് വേറൊരു ഇതിന് റിക്വയർമെന്റ് ആണ്. അതാണ് പറഞ്ഞത്, പ്രോസസ് ഇൻ പ്ലാന്റ്സ് ഈസ് എ റിക്വയർമെന്റ് ഫോർ അനദർ വൈറ്റൽ പ്രോസസ്. ഓക്സിജൻ ബാക്കിയുള്ള നമുക്കൊക്കെ ജീവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നേ ഉള്ളൂ. അടുത്തത്, ഇൻ എ ഡൈക്കോട്ട് പോഡ് വാസ്ലിൻ വെജിറ്റബിൾ ഓയിൽ വാസ് അപ്ലൈഡ് ഓൺ ദി അപ്പർ സർഫസ് ഓഫ് വൺ ലീഫ് ആൻഡ് ഓൺ ദ ലോവർ സർഫസ് ഓഫ് അനദർ ലീഫ്. Vaseline or vegetable oil was not applied on the control leaf. മറ്റേ
The plant was deliberately not watered for several days. Which leaf will dry up last? ഇത് ഈ ഡൈക്കോട്ട് പോട്ട് ഹെർബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം നമ്മൾ ഈ എന്താ പറയാ ഈ കൊറിയാൻഡർ ഒക്കെ ഇല്ലേ, കൊറിയാൻഡർ അല്ലെങ്കിൽ തുളസി, അതൊക്കെ ഇതിൽ പെടുന്ന ചെടികളാണ്. മെഡിസിൻ, ഈ കുക്കിംഗ് മെഡിസിൻ സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വിച്ച് ലീഫ് വിൽ ഡ്രൈ അപ്പ് ലാസ്റ്റ്, ലാസ്റ്റ് ഡ്രൈ അപ്പ് ആവുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ലോവർ സർഫസ്, ആദ്യം അപ്പർ സർഫസിൽ, കാരണം അവിടെ എന്ത് നടക്കില്ല, അപ്പോ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് കുറച്ച് ഭംഗം വരും. കാരണം വാസലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കവർ കോട്ടിങ് വരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് രണ്ടാമത് പറഞ്ഞത്, വാസലിൻ is not applied on the control leaf and on the lower surface of another leaf. അതാണ് എക്സ്പെരിമെന്റൽ ലീഫ് 2 പറഞ്ഞത്. അവിടെയാണ് ഈ എന്താ ഡ്രൈ ആവാൻ സമയമെടുക്കുള്ളൂ. ഓക്കെ, കാരണം ഈ പറഞ്ഞത് മാതിരി ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും അത്. മറ്റേതാകുമ്പോൾ അവിടെ കവർ കോട്ടിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് അടുത്തത് വിച്ച്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നല്ല റെസ്പോൺസ് ഒന്നും കണ്ടില്ല. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. തംസ് അപ്പ് ഇട്ടാലും മതി, നോ ഇഷ്യൂ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് കറക്റ്റ്? ഇതിലേതാണ് ഫോട്ടോസിന്തസിസ്, എന്ത് എനർജി എന്തിലേക്ക് മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഫസ്റ്റ് ഓപ്ഷൻ നേരെ തിരിച്ചാ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവിടെ ഈ ഓപ്ഷൻ വളരെ കറക്റ്റ് ആണ്. വാട്ടർ മോളിക്യൂൾ H2O വെള്ളം വലിച്ചെടുത്തിട്ട് അത് എന്താക്കുന്നു, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ഫോട്ടോസിന്തസിസിൽ. അതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാവുന്നത്. സോ ആ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. അടുത്തത്, ഷൂട്ട്സ് ഓഫ് പ്ലാന്റ് ഷോസ് അപ്വേർഡ് മൂവ്മെന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ടു ബി. അതെന്ത്, നല്ലതാണോ മോശമാണോ എന്താണ് എന്നതാണ് ചോദ്യം. പറയാമോ എന്തെങ്കിലും? ഓക്കെ, അറിയില്ല, പോട്ടെ, കുഴപ്പമില്ല. നെഗറ്റീവ് ജിയോട്രോപിക്സ് ആണ്. എന്തുകൊണ്ട് ഷൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മ്, ഈ സാധനങ്ങളെല്ലാം അത് നേരെ, അതെന്താ പറയാ, നമുക്ക് ഗ്രാവിറ്റി ആയിട്ട് ബന്ധമില്ലല്ലോ. അവന്മാർ എത്ര പിടിച്ച് വലിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവന്മാര് നേരെ എന്താണ് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ജിയോട്രോപിക്, അതായത് ഭൂമിക്ക് എതിരെ ഓപ്പോസിറ്റ് ആയിട്ട്. നെഗറ്റീവ് ജിയോട്രോപിക് ആണ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, താഴത്തേക്കല്ല. പോസിറ്റീവ് ജിയോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടൊക്കെ പോസിറ്റീവ് ജിയോട്രോപിക് എന്ന് പറയാം, കാരണം താഴത്തേക്ക് പോകുന്നവന്മാരാ. ഓക്കെ, ഹൈഡ്രോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനനുസരിച്ചിട്ട്, അതിനനുസരിച്ചിട്ട് പോസിറ്റീവ് ആണെങ്കിൽ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ. ഫോട്ടോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനനുസരിച്ചിട്ട് ഉള്ള മൂവ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ. ഇത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവേ ഫ്രം ലൈറ്റ് ആയിരിക്കും. കാരണം ഇപ്പൊ വെളിച്ചം ഒരു സ്ഥലത്താണെങ്കിൽ അത് വേറെ വല്ല സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം റൂട്ട്സ്, അതേമാതിരി ചില അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുകളൊക്കെ, അതൊക്കെ നെഗറ്റീവ് ഫോട്ടോട്രോപിക് ആൾക്കാരാണ്. അതേമാതിരി എന്താ പറയാ, കീമോട്രോപിക് അല്ലെങ്കിൽ കീമോട്രോപ്പിസം എന്നൊക്കെ പറയും. അതായത്
റെസ്പോണ്ടിങ് ടു ചില കെമിക്കൽസ് ഒക്കെ ആയിട്ട്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ ഈ പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് ഒക്കെ ടുവേർഡ്സ് ഓവ്യൂൾ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് ടുവേർഡ്സ് ഓവ്യൂൾ. ഓക്കെ, അതെല്ലാം ഇതിൽ വന്ന് പെടുന്നതാണ്. അല്ലെങ്കിൽ റൂട്ട് മറ്റേ ന്യൂട്രിയൻസിന്റെ ഇതിലേക്കൊക്കെ ആയിട്ട് പോകും. അതൊക്കെ കീമോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻസ് എന്നുള്ളതിൽ പെടും. ഓക്കെ, ഇതും എഗൈൻ ആ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് കുടുങ്ങിപ്പോയതുകൊണ്ടാ. പോട്ടെ, കുഴപ്പമില്ല, ഈ വാക്കുകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഹാസ് യൂണിസെക്ഷുവൽ ഫ്ലവർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഹാസ് യൂണിസെക്ഷുവൽ ഫ്ലവർ? യൂണിസെക്ഷൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടും ഒന്നിലുള്ളത്. യെസ്, പെർഫെക്റ്റ്. പപ്പായൊക്കെ തന്നെയാണ്. പാർവതി കറക്റ്റ്. ഓക്കെ, which of the following is true about male reproductive part of flower? Male reproductive part of flower. Male reproductive ആണ് anther and yes, correct. But anther which produces pollen grains, അതാണ് മെയിൽ പാർട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ചെമ്പരത്തീനെ വെച്ചിട്ടായിരിക്കും നമ്മുടെ പഠനങ്ങളൊക്കെ അധികം പണ്ട് നടന്നിട്ടുണ്ടാവുക. അതാണ് ഈ കാണുന്നത്. അടുത്തത്, which of the following is the correct sequence during sexual reproduction in angiosperm? എഗ്, എംബ്രിയോ, സൈഗോട്ട്, സീഡ്, അതാണ് പറയുന്നത്. അല്ല, തിരിഞ്ഞു പോയി. എംബ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈഗോട്ട് കഴിഞ്ഞിട്ട് ഫോം ആവുന്ന സാധനമാണത്. ഓക്കെ, ആ, എഗ് നിന്നും അത് ഫോം ആവുന്നത് ഒരു കറക്റ്റ്, അത് കഴിഞ്ഞിട്ട് അത് ഫോം ആവുന്ന സാധനമാണ് സൈഗോട്ട്. അവിടെ നിന്നാണ് അത് എംബ്രിയോ ആവുക. എംബ്രിയോ ആണ് ഫൈനലി ഒരു സീഡായിട്ട് മാറുക. ഓക്കെ, അടുത്തത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫ്ലവർ ആൻഡ് ഹണി ബി വിൽ ഹെൽപ്പ് ദ ഫ്ലവർ ഇൻ. എന്തിനായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുക? പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. കാരണം അതൊരു ഹണി ബി എന്താ ഇൻസെക്ട് ആണ്. സോ അത് എന്തിനുള്ളതായിരിക്കും? പോളിനേഷൻ ഇഫക്റ്റ് ആണ്. യെസ്, കറക്റ്റ്. വേറെ ഒന്നിനും അല്ല. കാരണം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനേഷൻ ആണ്. വിൻഡ് പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. അടുത്തത്, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് DNA കണ്ടന്റ് ഓഫ് ദ പാരന്റ് പ്ലാന്റ് ഗെറ്റ്സ് ഹാഫ്, അല്ലെങ്കിൽ അത് പകുതിയാകും. എപ്പോൾ? അത് എപ്പോഴാണ് പകുതിയാകുന്നത്? അതിന്റെ പോളൻ ഫോർമേഷന്റെ സമയത്താണ്. ഓക്കെ, സീഡിലെ ഒന്നല്ല, പോളൻ ഫോർമേഷന്റെ സമയത്താണ്. ഫ്രൂട്ടിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അത് ഫുള്ളി പകുതിയായിട്ട് മാറി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. പോളൻ ഫോർമേഷന്റെ സമയത്താണ്. അത് എപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അത് പകുതിയാകുന്നത്? ആ DNA കണ്ടന്റ് എത്ര പകുതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളൻ ഫോർമേഷനിലാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ. ഡബിൾ ഫെർട്ടിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ. അതൊന്നുമില്ല, രണ്ട് സ്പേം സെൽസ് രണ്ട് എന്താ പറയാ ഫെർട്ടിലൈസ് ആകും വിത്ത് 2 cells ഇൻ ഓവ്യൂൾ. ഓവ്യൂളിലെ 2 സെൽസുകളായിട്ട് 2 സ്പേം സെൽസുകൾ ഫെർട്ടിലൈസ് ആവുന്നത്. ഒരെണ്ണം സൈഗോട്ട്, പിന്നെ ഒരെണ്ണം എന്താ പറയാ ഒരു ന്യൂട്രിയൻ ടിഷ്യൂ, ഒരു എൻഡോസ്പേം ഒക്കെ ആയിട്ട് മാറും. ഈ ഈ മഹാൻ നവാഷ്ചിൻ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആക്ച്വലി ഡിസ്കവർ ചെയ്ത ആള്. ഓക്കെ, അഗൈൻ അത് അത്ര എളുപ്പമുള്ളതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതങ്ങനെ ചോദിച്ചതല്ല, പക്ഷെ റിപ്പീറ്റഡും അല്ല ക്വസ്റ്റ്യൻ. അടുത്തത്, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഫ്രൂട്ട് ആൻഡ് ദ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഫ്രൂട്ട് ആൻഡ് ദ സീഡ് ആർ പ്രൊഡ്യൂസ്ഡ്
ബൈ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഫ്രൂട്ട് എവിടെ നിന്നായിരിക്കും? സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? അതല്ല, ഒന്നും കൂടി നോക്കാമോ? തിരിഞ്ഞുപോയി പറഞ്ഞത്. ഫ്രൂട്ട് എപ്പോഴും ഓവറിന്നും സീഡ്സ് ആണ് ഓവിയോളിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഇൻ ആൻജിയോസ്പേം pollen grains germinates to produce two male gametes. Which of the following function is carried out by these gametes? നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഒരു വേറെ വേർഷൻ ആണ് ഈ കാണുന്നത്. ഇതാണ് അതിന്റെ ആൻസർ വരുള്ളൂ. ഒരു ഗമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ് സെൽ ആൻഡ് ദി അതർ വൺ ഫ്യൂസസ് വിത്ത് ദ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ടൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. അതായത് മുമ്പത്തെ വട്ടം അതാ പറഞ്ഞ ചില സമയങ്ങളിൽ ഇവർക്ക് ഈ ഒരൊറ്റ ഭാഗത്തു നിന്ന് തന്നെ ചോദ്യം വന്നു എന്ന് വരാം. സമയത്തുള്ള ഒട്ടും വന്നോളൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ അന്ന് എടുത്തിരുന്ന മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തിരുന്ന പോലത്തെ സെൽസ് ടിഷ്യൂന്റെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ കൊല്ലം 1-2 കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതാണ് ഈ ആൻസർ. മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ഗമേറ്റ് എക്സൽ ആയിട്ട് ആയിരിക്കും കണക്ട് ആവുക, മറ്റേത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ടായിരിക്കും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ഇവന്റ്സ് റെപ്രസെന്റ്സ് ദ കറക്റ്റ് സീക്വൻസ് ഡ്യൂറിംഗ് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ ആണ് ചോദ്യം. കറക്റ്റ് ഓർഡർ ഏതായിരിക്കും? അഗെയിൻ പെർഫെക്റ്റ്, ജാനസ് കറക്റ്റ് ആണ്. എഗ് സൈഗോട്ട് ആകും, അത് അവിടെ നിന്ന് ഒരു എംബ്രി ആയിട്ട് മാറും, ഒരു ഓവ്യൂൾ സീഡ് ആകും, ഓവറിൽ നിന്നും ഫ്രൂട്ടും വരും. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള ഡൈജഷൻ പ്രോസസ്സിന്റെ സാധനങ്ങളാണ് ഇതൊക്കെ. വേറൊന്നുമല്ല, കാർബോഹൈഡ്രേറ്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ള വരുന്ന 7 കമ്പോണൻസ്, ഫുഡിലെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. ഒരു മെയിൻ ആയിട്ടുള്ള, അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനം. വെള്ളം ഒരു വലിയൊരു കമ്പോണന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളോട് മാക്സിമം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയും. ലിപ്പിഡ്സ്, ഓക്കെ, റഫേജ്. അപ്പോ എന്തൊക്കെയാണ് ഇവര് ഫോം ആകുന്നത്, എങ്ങനെയാണ് ഇവരുടെ എന്താ പറയാ ബോഡിയിൽ ഇവർ ആരൊക്കെ ആയിട്ട് എവിടെ കിടന്ന് റിയാക്ട് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ 5 സ്റ്റേജസ് ഓഫ് ഡൈജഷൻ പ്രോസസ്സിൽ വരുന്നതിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇൻജക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്നും അവിടെ നിന്നും അത് ഡൈജഷനിലേക്ക് പോയി, അവിടെ നിന്നും അത് അബ്സോർപ്ഷനിലേക്ക് പോയി. അതായത് ഈ പറയുന്ന സാധനങ്ങൾ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഗ്രാനുൾസ് ആയിട്ട് മാറുന്നു, അബ്സോർപ്ഷൻ ആവുന്നു. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം കൂടി അസിമിലേറ്റ് ചെയ്യണം, വേണ്ട വേണ്ട സ്ഥലങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവുകളിലേക്ക് എത്തണം. ആൻഡ് ഫൈനലി അതെല്ലാം ഇജക്ഷൻ നടക്കണം, വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം ബോഡി. ഇതാണ് നമ്മളൊരു നോർമൽ എന്താ പറയാ ഒരു ഡൈജഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ, ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ആകുമ്പോൾ ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ഇതിലേക്ക് മാറുന്നു, ലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് അതിലേക്ക് മാറുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ അത് ആരൊക്കെ ആയിട്ട് എവിടെയൊക്കെ കിടന്നിട്ടാണ് അതിന്റെ മിക്സിങ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇത്ര ഗ്രാം ഓഫ് ഇതൊന്നും വിഷയമല്ല, ഇങ്ങനെയൊന്നും ചോദ്യം വരില്ല. പക്ഷെ ഇത് എവിടെയൊക്കെ ആരൊക്കെ ആയിട്ട് തമ്മിലാണ് കൂട്ടിമുട്ടുന്നത്, എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും അറിയേണ്ടത്. ഓക്കെ, ഈ വൈറ്റമിൻസ് അവർക്ക് കുറച്ച് നമുക്ക് പ്രധാനമായിട്ടും വൈറ്റമിൻസിൽ തന്നെ കുറച്ച് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫാറ്റ് സോല്യൂബിൾ, ഒന്ന് വാട്ടർ സോല്യൂബിൾ. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും വൈറ്റമിൻസിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എ, ബി, സി, ഡി, ഇ, കെ. ഇത്രയും മഹാന്മാരാണ് നമുക്ക് മൊത്തം ഉള്ളത്. അതിൽ ബിക്ക് B1, B2, B3, B4 ഇല്ല, 5, 6, 7, 8 ഉണ്ടാവില്ല, B9, B12, ഇങ്ങനെ ഇത്രയും ആൾക്കാർ ബിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇതിൽ ആരൊക്കെയാ വാട്ടർ സോല്യൂബിൾ ആരൊക്കെയാ ഫാറ്റ് സോല്യൂബിൾ എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിലും പഠിക്കണതിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ബിയും സിയും വാട്ടർ സോല്യൂബിളുകളാണ്.
ബാക്കി എല്ലാവരും ഫാറ്റ് സോല്യൂബിൾ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ളതാക്കി പറഞ്ഞുതരാം. ഫാറ്റ്, അതായത് നമ്മുടെ കൊഴുപ്പ്, ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പല്ലേ. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ അതോ കേടാണോ? ഫാറ്റ് ചിലത് നല്ലതാണ്, പക്ഷെ ഒരുപാട് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് നമ്മൾ ശരീരത്തിൽ കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ അടന്നുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല, അത് മൊത്തത്തോടെ കേടാണ്. അപ്പൊ KEDA, കേട എന്ന് പറയുന്നത് ഈ നാലെണ്ണവും ഫാറ്റ് ആണ്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഏതൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഇത്. അതേമാതിരി ഇവരുടെ കെമിക്കൽ നെയിംസുകൾ, ഇവർക്കായിട്ടുള്ള ഫുഡ് സോഴ്സസ്, ഇവരുടേതായ എന്താ പറയുക ഡെഫിഷ്യൻസി ഡിസീസസ്, ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാറുണ്ട്. എസ്പെഷ്യലി വൈറ്റമിൻ D, വൈറ്റമിൻ B1, വൈറ്റമിൻ C, ഈ റിക്കറ്റ്സ്, സ്കർവി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ് സ്കർവി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ്. നിങ്ങൾ എന്താ പറയുക ഇതിന് പോകുമ്പോൾ, നമ്മുടെ SSBക്കൊക്കെ പോകുമ്പോൾ അതിന്റെ മെഡിക്കലിൽ നല്ല രീതിയിൽ പണി തരുന്ന ഒരു സാധനമാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാണ്ട് നമ്മുടെ കഷ്ടകാലം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന നോക്ക്നീസ്, പീജൻ ചെസ്റ്റ്, കയ്യിലെ ആംഗിളിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്, നട്ടലില് ചെറിയ വളവ് വരുന്നത്, ഇതൊക്കെ അതിൽ കയറി പിടിക്കുകയും ചെയ്യും നമ്മുടെ മെഡിക്കലിൽ SSBയുടെ. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ വൈറ്റമിൻസിന്റെ ഓരോ ഇത് വരുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ബോഡിക്ക് വേണ്ടത് ഉള്ള ഒരു അളവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4:1:1 എന്ന് പറയും. കാർബ്സ്, നമ്മളെപ്പോഴും പറയും കാർബ്സ് കൂടുതൽ കഴിക്കണം, കാർബ്സ് കൂടുതൽ കഴിക്കണം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ജിമ്മിൽ പോയാൽ അവിടെ പോയാൽ ഇവിടെ കാർബ്സ് കൂടുതൽ കഴിക്കണം. കാർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് മാക്സിമം, കാരണം അവനാണ് എനർജി സാധനം, പ്രോട്ടീൻസ് ഗ്രോത്തിനുള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പോ അതുകൊണ്ടാണ് കാർബ്സ് കൂടുതൽ വേണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും പറഞ്ഞതെല്ലാം? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസിലേക്ക് പൊക്കോട്ടെ. ഓക്കെ അല്ലേ? അയ്യോ, ഓക്കെ. ഓക്കെ സർ. ഓക്കെ, ശരി, താങ്ക് യു. സോ ഇതാണ് ഡെഫിഷ്യൻസി ഓഫ് അയൺ. അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖം വേറൊന്നുമല്ല, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പറയാൻ പറ്റും. ഏതായിരിക്കും അറിയാമോ? യെസ്, അക്സ കറക്റ്റ് ആണ്. ഗുഡ്. അനീമിയ, നമ്മുടെ ഹീമോഗ്ലോബിൻ. യെസ്, അനമോൾ കറക്റ്റ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന RBCയിലുള്ള പുള്ളിയാണ്. ഈ പുള്ളിയില് ഹീം എന്ന് പറയുന്ന ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഹീം പിന്നെ ഒന്ന് ഗ്ലോബിൻ എന്ന് പറയും. ഹീം എന്ന് പറയുന്നതാണ് ഈ റെഡ് കളർ കൊടുക്കുന്നത്. ആ റെഡ് കളർ കൊടുക്കുന്ന സാധനമാണ് അയൺ. ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഓക്കെ. സോ ഹീം ആണ് അയൺ കണ്ടന്റ്. അപ്പൊ അയണിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റേ മുഖത്ത് വിളർച്ച ഉണ്ടാകുന്നു എന്നൊക്കെ പറയില്ല, അതാണ് ഈ അനീമിയ എന്ന് പറയുന്ന സാധനം. സ്കർവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായില് മറ്റേ ഗംസ്, ടീത്ത് ആൻഡ് ഗംസ് ഒക്കെ ബ്ലീഡിങ് ആവുന്നത്. റിക്കറ്റ്സ്, കൈ കാലുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ബോൺ ഡീഫോർമേഷൻസ് ഉണ്ടാകുന്നത്, വളഞ്ഞൊക്കെ ഇരിക്കുന്നത്. കോളറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആസ് യൂഷ്വൽ വെള്ളം കൊണ്ട് കഴിച്ച് കിട്ടുന്നത്. ഓക്കെ. അടുത്തത്, ദ ഡിസീസ് റിക്കറ്റ്സ് ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. ഏതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നിങ്ങൾ അപ്പൊ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ. യെസ്, വൈറ്റമിൻ D, കറക്റ്റ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് എൻസൈം ടു മിക്സ് വിത്ത് ഫുഡ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്? ഏതായിരിക്കും? ഡൈജസ്റ്റീവ് ട്രാക്ട്. യെസ്, കറക്റ്റ്. ജാനസ്, അക്സ കറക്റ്റ്. വേറെ ഒന്നല്ല, ആദ്യം ഫുഡ് വായിലേക്ക് ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ തുടങ്ങുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്തിൽ നിന്നും ഡൈജഷൻ തുടങ്ങും. ഡൈജഷൻ സ്റ്റാർട്ട്സ് ഫ്രം മൗത്ത്, എൻഡ്സ് അറ്റ് ഇൻഡസ്റ്റൈനിലാണ്. ഒരിക്കലും എന്ത് പറയരുത്, സ്റ്റൊമക്കിൽ തീരുന്നു എന്ന് പറയുന്നത്. ഇൻഡസ്റ്റൈനിലായിരിക്കും ഡൈജഷൻ തീരുന്നത്. അപ്പൊ മൗത്തിൽ തുടങ്ങുന്നു. ഇൻജക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിൽ നിന്നും ഫുഡ് വായിലേക്ക് എത്തുന്ന പരിപാടിയുള്ളൂ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ മൗത്തിൽ കിടന്നുള്ള ചൂയിങ് തുടങ്ങുന്നത്. അതായത് ആദ്യം വായിലെ വെള്ളം വരുത്തുന്ന സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഈ പുള്ളിയാണ് ആദ്യമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഒരുപാട് വട്ടം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒക്കെ പല എന്താ പറയുക ഡിഗ്രി ലെവലിൽ പല എക്സാംസിനും ഇത് വന്നിട്ടുള്ളതാണ്.
ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനറൽ ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ സ്റ്റൊമക്? വളരെ സിമ്പിൾ. പെർഫെക്റ്റ്, എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഹ്യൂമൻ ബീങ് സംബന്ധമായിട്ടുള്ള എന്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയും, എനിക്കറിയാം. ഗുഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl. ഏകദേശം എത്ര മണിക്കൂർ കിടക്കുന്നൊക്കെ ചോദിക്കും. ഇത് ആസിഡിക് ആണ്, ഏകദേശം ഇതിന്റെ pH വാല്യൂ എന്താന്നൊക്കെ വരെ ചോദിക്കാം. ഓക്കെ. 3 to 4 hours ഫുഡ് നമ്മുടെ ബോഡിയുടെ സ്റ്റൊമക്കിനകത്ത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഔട്ട്ലൈൻ, ഒരു മെംബ്രെയിൻ, ഒരു ലൈനിങ് ഉണ്ട് സ്റ്റൊമക്കിൽ. കാരണം എന്താ വെച്ചാൽ ആസിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇതിന് വേറെ കേടുപാടുകളൊന്നും പറ്റാൻ പാടില്ല. അപ്പൊ ആ ലൈനിങ് നമ്മുടെ സ്റ്റൊമക്ക് പ്രൊട്ടക്ട് ചെയ്യും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എനർജി കറൻസി ഫോർ സെല്ലുലാർ പ്രോസസ്? സിമ്പിൾ. കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാ, വേറെ ആരുമില്ല. സെല്ലുലാർ പ്രോസസ് എനർജിക്ക് വേണ്ടിയിട്ട് ആകെ ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP മോളിക്യൂൾ. വേറെ ആരും അവിടെ വരില്ല. ഓക്കെ. അടുത്തത്, യൂറിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റബോളിസം ഓഫ്. എന്തിന്റെ മെറ്റബോളിക് നിന്നുകൊണ്ടാണ് യൂറിയ പ്രൊഡ്യൂസ് ആകുന്നത്? ഞാനൊന്നും പറഞ്ഞാത്തെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്തിൻ്റെതാണ്? യൂറിയ ഏറ്റവും കൂടുതൽ അതിലുള്ള, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും. യൂറിയ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന സാധനം എന്താ? അമോണിയയാണ്. അതാണ് ആ വരുന്ന വേസ്റ്റ് പുറത്തേക്ക് ആക്കുന്നത്. അപ്പൊ അമോണിയ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിന്റെ ബൈ പ്രൊഡക്റ്റിലായിരിക്കും? പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു എന്തായിരുന്നു? അമിനോ ആസിഡ്സ്. അപ്പൊ അമോണിയ. അങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താം. എന്താണെന്നുള്ളത് കണ്ടിട്ട് ടെൻഷൻ ഒന്നും ആവണ്ട. ഓക്കെ. സോ ആ രീതിയിലൊന്ന് നിങ്ങൾ ചിന്തിക്കേ, അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പെയർ ഇൻ ഹ്യൂമൻസ്? ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പെയർ അല്ലാതെ ഇരിക്കുന്നത്? പറയാമോ? ആ, യെസ്, കറക്റ്റ്. ജാനസ് കറക്റ്റ് ആണ്. ഗുഡ്. ബാക്കിയുള്ളവര് ഓൾറെഡി ആൻസർ വന്നുകൊണ്ടാണോ? വേറെ ആരുമല്ല, നമ്മുടെ പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ. ഇതാണ് ബാക്കിയുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ആള്. ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കണേന്ന് അറിയോ? ബ്രെയിനിലായിരിക്കും. ഓക്കെ. ബ്രെയിനിൽ നമ്മുടെ എന്താ പറയാ, സെരിബ്രം അത് നമ്മൾ മിക്കവാറും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും, ഹ്യൂമൻ ഫിസിയോളജി. അപ്പൊ അതില് മിക്കവാറും ഡയഗ്രാംസ് കൂടി ഉണ്ടാവും. അപ്പൊ അതിൽ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഇടയിലാണ് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ. അടുത്തത് ഒരു അഞ്ചാറെണ്ണം കൂടി ഉള്ളേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഫോർ തൈറോയിഡ് ഗ്ലാൻഡ് ടു മേക്ക് തൈറോക്സിൻ? ഈ ഗോയിറ്റർ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്നൊക്കെ ചോദ്യം വരും. പെർഫെക്റ്റ്. പാർവതി, ജാനസ് കറക്റ്റ്. ഗുഡ്. വേറൊന്നും, അപ്സ കറക്റ്റ്. ഗുഡ്. അയോഡിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അയോഡിൻ ആണ് ഈ തൈറോയിഡിന്റെ പ്രധാന ആള്. ഓക്കെ. TFT ടെസ്റ്റ് അത് ചെയ്യണം. ബ്ലഡിലെ തൈറോയിഡ് ടെസ്റ്റുകൾ, അത് ഫാറ്റി ലിവർ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഓരോ വേറെ വരുമ്പോഴും ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ ടെസ്റ്റുകൾ അതിലേക്ക് നടത്തും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ. ഓക്കെ. അടുത്തത്, കാഷ്യോർക്കർ, a form of malnutrition, is caused by the deficiency of. എന്തിന്റെ നിന്നാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആക്ച്വലി അതൊരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ. സ്കിൻ ഇഷ്യൂസസ് ആണ് കൂടുതലും വരിക. ഓക്കെ. സ്കിൻ ഇഷ്യൂസസ് ആണ് അതിൽ കാണാറ്, കാഷ്യോർക്കർ എന്ന് പറയുന്നത്. അടുത്തത്, ഓക്കെ, രണ്ട്
ക്വസ്റ്റ്യൻസ് ഉണ്ട്. Suppose due to an accident, the delicate lining of the mouth and esophagus of a person is injured. In this case, which one of the following tissue will be affected? Again, നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനകത്തുള്ള കുറച്ച് ടിഷ്യൂസസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ജാനസ്, ഗുഡ്. സ്ക്വാമസ് എപ്പിത്തീലിയം, അതാണ് നമ്മുടെ ഇന്നർ ലൈനിങ് ആണ്, റെസ്പിറേഷൻ ട്രാക്കിലൊക്കെ ബന്ധപ്പെടുന്ന സാധനമാണ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നമുക്ക് പല ടൈപ്പ് ഉണ്ട്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ട്, സ്ക്വാമസ് ഉണ്ട്, സ്ട്രേറ്റഡ് ഉണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ ഓരോ സ്ട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെയർ ലെയർ ആയിട്ട്, ക്യൂബോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് ഷേപ്പിലായിട്ട് ഇങ്ങനെ കോല് മാതിരി ഇങ്ങനെ കുറെ എണ്ണങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ഓരോന്ന്, അത് ചില സ്ഥലത്ത് സ്കിന്നിലായിരിക്കും, ചിലത് കിഡ്നിയിലായിരിക്കും, ചിലത് ലിവർ, എന്താ പറയാ, സോറി, ഇന്റസ്റ്റൈൻ വാൾസിലായിരിക്കും, ചിലത് ഈ റെസ്പിറേറ്ററി ട്രാക്കിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്, ഈവൻ റെസ്പിറേറ്ററി ട്രാക്കിൽ വരുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ഹ്യൂമൻ എലിമെന്ററി കനാൽ ക്യാൻ ബി ഓഫ് മാക്സിമം ലെങ്ത്? ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളത്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളത്? എല്ലാവർക്കും പറയാൻ പറ്റും, പെർഫെക്റ്റ്. സ്മോൾ ഇൻഡസ്റ്റൈനാണ്, അറൌണ്ട് 22 ഫീറ്റ് ലോങ് ആണ്. ഓക്കെ, ചുരുണ്ട് കിടക്കുകയാണെങ്കിലും പുള്ളി ഏകദേശം ഒരു 22 ഫീറ്റ് ലോങ്ങോളം ഒരു ഫുള്ളി ഗ്രോൺഡ് അഡൾട്ടിൽ ഉണ്ടാകും. ഓക്കെ, അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് എൻസൈംസ് ഡു നോട്ട് വർക്ക് അറ്റ് അസിഡിക് പി എച്ച്? ആസിഡിക് പി എച്ചില് വർക്ക് ആവാത്ത എൻസൈമുകൾ ഏതാ? വേറെ ആരുമല്ല, ട്രിപ്സിനും അമിലേസും. കാരണം അവർ ഓൾറെഡി എന്താണ്, അസിഡിക് മീഡിയത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് കൂടുതൽ വർക്ക് ആവേണ്ട ആവശ്യങ്ങളില്ല, അവരെ നല്ല രീതിയിലുള്ള ഒരു അസിഡിക് മീഡിയത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട്. അടുത്തത്, എ സ്പ്രിന്റർ ഫീൽസ് ക്രാംസ്, ഓടുന്ന ആള്, ആൻഡ് പെയിൻ ഇൻ ദ തൈ മസിൽസ് ആഫ്റ്റർ എ റൺ. ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാലിലെ മസിൽ, തൈ മസിൽസിലൊക്കെ പിടുത്തം വരാറില്ല. അത് എന്തിന്റെ അക്യുമുലേഷൻ കൊണ്ടാണ്? അതാണോ? അതല്ലല്ലോ. ആലോചിച്ച് നോക്കി കിട്ടും. നമ്മുടെ ബോഡിയിലുള്ള ലാക്റ്റിക് ആസിഡിന്റെ അളവിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് മസിൽ ക്രാംസ് ഒക്കെ കിട്ടുന്നത്. അതിന് മാക്സിമം വെള്ളം കുടിക്കുക എന്നുള്ളൊരു, വയറിൽ കൊളുത്തി പിടിച്ചു, അവിടെ കൊളുത്തി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം വെള്ളം കുടിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ കാർഡിയാക് മസിൽ സെൽ? കാർഡിയാക്കിലെ മസിൽ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല, പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ കാർഡിയാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും, എപ്പോഴും എല്ലാവരും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും, അതായത് എപ്പോഴും അവര് ബ്രാഞ്ചഡ് ആയിരിക്കും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം മാക്സിമം എല്ലാവരും ഈ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഓക്കെ, കുഴൽ മാതിരി കിടക്കുകയുള്ളൂ. ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ മതി. ഒരു യൂണി ന്യൂക്ലിയർ, ഒറ്റ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിലതിൽ നമ്മൾ ഒരു സെല്ലിൽ രണ്ടെണ്ണം ഉണ്ടെന്നൊക്കെ പറയില്ല, പക്ഷെ ഇവര് യൂണി ന്യൂക്ലിയേറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത്, ഇഫ് ആർ ബി സി ഓഫ് ഹ്യൂമൻ ബ്ലഡ് ആർ ഐസൊലേറ്റഡ് ആൻഡ് ആർ ഡൈല്യൂട്ടഡ് ഇൻ എ നോർമൽ സലൈൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദി ആർ ബി സി? ആർ ബി സിക്ക് അപ്പോൾ എന്ത് പറ്റും? ആർ ബി സി വിൽ shrink. ഓക്കെ, എല്ലാവർക്കും അത് ചുരുങ്ങി പോകുമെന്നാണ് തോന്നുന്നത്, പക്ഷെ ഒന്നും സംഭവിക്കില്ല പുള്ളിക്ക്. ഓക്കെ, ഐസോട്ടോണിക് എന്ന് പറഞ്ഞത്, അതായത് സലൈൻ വളരെ കുറവായിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഒരു വാട്ടർ മൂവ്മെന്റ് ഒന്നും അതിനകത്ത് നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ട് തന്നെ അതിനകത്ത് ഇരുന്നോളും. അതില് അടുത്തത്, ദ ബ്ലഡ് പ്രഷർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബീങ് found to be 120/180 mmHg. These numbers represent the blood pressure at 120/180 അല്ല, 120/80 ആണ്. ക്വസ്റ്റ്യനിലെ വന്നിരിക്കുന്ന പ്രശ്നമാണ്. ഇതെന്താണ് എന്നതാണ് ചോദ്യം.
അറിയാമോ? നമ്മള് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ എന്നൊക്കെ കയറി പറയും. അതാണ് ആദ്യം അറിയേണ്ടത്. സിസ്റ്റോളിക് അതായത് നമ്മൾ BP ബ്ലഡ് പ്രഷർ, ഒന്ന് സിസ്റ്റോളിക് ഒന്ന് ഡയസ്റ്റോളിക്. ഇതിൽ ഏതാ സിസ്റ്റോളിക് ഏതാ ഡയസ്റ്റോളിക് അഗെയിൻ ഡൗട്ട് ഒന്നും അടിക്കണ്ട. ആദ്യം എഴുതുന്ന ലെറ്റർ, ആദ്യം വരുന്ന നമ്പർ, നിങ്ങൾ ആദ്യം ആൽഫബറ്റിൽ വരുന്നത് ഏതാ? D അല്ലേ, അത് 80 കൊടുക്കുക. പിന്നെ അല്ലേ S വരുള്ളൂ, അതിന് 120 കൊടുക്കുക. അപ്പോഴും മാറിപ്പോകില്ല. ഓക്കെ. സ്വിഗ്മോ മാനോമീറ്റർ, അതാണ് ഇതിന് ചോദ്യം വന്നിട്ടുണ്ട് പലവട്ടം. ഇത് മെഷർ ചെയ്യുന്നത്, BP മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ. ഇനി അവരുടെ ചോദ്യം ഇതായിരുന്നു, ഈ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷറിൽ, അതായത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഷറാണ്. അത് എന്താണ്? ഒന്ന് ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, നമുക്ക് എന്താ പറയാ, ഏട്രിയം ഉണ്ട്, വെൻട്രിക്കിൾസ് ഉണ്ട്, രണ്ട് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. എസ് പാർവതി കറക്റ്റ് ആണ്. ഗുഡ്. ഇതൊന്നും വേറെ ഒന്നുമല്ല, സിസ്റ്റോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ ആണ്. ഓക്കെ. ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലർ റിലാക്സേഷനും ആണ്. ഓക്കെ. അതായത് നമ്മുടെ AV നോഡ്, SA നോഡ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. AV നോഡും SA നോഡും. അതായത് SA നോഡാണ് പ്രധാനം, നമ്മുടെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നൊക്കെ അറിയപ്പെടും ഈ പുള്ളി. ഈ SA നോഡാണ് നമുക്ക് ഇലക്ട്രിക് ഇമ്പൾസ് തരുന്നത്. ആ പുള്ളിയിൽ നിന്നും AV നോഡിലേക്ക് കറണ്ട് പോകും. ഈ AV നോഡാണ് നമ്മുടെ മസിൽസ്, അതായത് ഹാർട്ട് മസിൽസിനെ ഈ പറഞ്ഞ പോലെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ പരിപാടി നടത്തുക. എത്ര മറ്റേ ബ്ലഡ് ഒരു ചേമ്പറിൽ നിന്ന് അടുത്തേക്ക് പോകണം എന്നൊക്കെ തീരുമാനിപ്പിക്കുന്നത് ആ കോൺട്രാക്ഷൻ റിലാക്സേഷന്റെ പ്രഷറാണ് ഈ കാണുന്നത്. ഓക്കെ. അടുത്തത്, which one among the following is the correct pathway for the elimination of urine? യൂറിൻ പോകുന്ന റൂട്ട് ഏതാന്നൊക്കെയാണ് ചോദിക്കുക. എപ്പോഴും ആദ്യം എവിടെ നിന്ന് വരും? കിഡ്നിയിൽ നിന്ന് തുടങ്ങി യൂറിറ്ററിൽ പോയി ബ്ലാഡറിൽ, യൂറിനറി ബ്ലാഡറിൽ പോയി അവിടെ നിന്നും യൂറിത്ര വഴി അത് പുറത്തേക്ക് പൊക്കോളും. ഓക്കെ. കിഡ്നി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറിത്ര. യൂറിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വള്ളി, ബ്ലാഡർ സഞ്ചിയായിട്ട് നിൽക്കുന്നത്, യൂറിത്ര അറ്റത്തുള്ളത്. ഓക്കെ. രണ്ട് ക്വസ്റ്റ്യൻ കൂടിയേ. Which of the following statements regarding bile secreted by is not correct? Bile എപ്പോഴും bile ജ്യൂസ് ഇത് സെക്രേറ്റ് ചെയ്യുന്ന ആള് ലിവർ ആണ്. ഓക്കെ. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ്. ഇതൊരു ഡൈജഷൻ ഫുഡ് എൻസൈം അല്ല. ഇവനാണ് നമ്മുടെ ആൻസർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ഡിയോഡിനം എന്ന് പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈനിലെ തുടക്കത്ത് വന്ന് വീഴുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കും ഈ പുള്ളി, ലിവറിൽ നിന്നും വന്നിട്ട്. കാരണം സ്റ്റൊമക്കിൽ വരുന്ന ഫുഡ് അല്ലെങ്കിൽ ആ ഡൈജസ്റ്റർ ആയിരിക്കുന്ന ഫുഡ് ഒരു അസിഡിക് മീഡിയത്തിലാണ്. ആ അസിഡിക് മീഡിയത്തിലുള്ള സാധനം നമ്മുടെ ചെറുകുടൽ അല്ലെങ്കിൽ വൻകുടൽ ഇൻഡസ്റ്റൈനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഓട്ട വരും. കാരണം അസിഡിക് മീഡിയം നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അവിടെ ആരും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലെയർ ഒന്നുമില്ല. അപ്പൊ അസിഡിക് മീഡിയം അവിടെ നിന്നും എന്തിലേക്ക് മാറണം? ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലേക്ക് മാറണം. ആ മാറ്റം വരുത്തുന്ന ആളാണ് ഈ ബൈൽ ജ്യൂസ്. ഓക്കെ. അതാണ് ഈ രണ്ട് പോയിന്റും സെയിം തന്നെയാണ്. ന്യൂട്രലൈസസ് അസിഡിക് അല്ലെങ്കിൽ മേക്സ് pH ഓഫ് ദ ഫുഡ് ആൽക്കലൈൻ. അതാണ് അവന്റെ മെയിൻ പരിപാടി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിഷൻ ഈസ് കറക്റ്റ്? അതായത് ബൈനറി ഫിഷനെയാണ് അവർ ഉദ്ദേശിച്ചത്. It is related with the creation of new individuals by means of cell division is unicellular organism. അതെ, പ്രോകാരിയോട്ടിൽ ഉണ്ടാകുന്നതാണ്, യൂകാരിയോട്ടിലല്ല. ബൈനറി ഫിഷൻ നടക്കുന്നത് പ്രോകാരിയോട്ടിലാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹെവിയർ ന്യൂക്ലിയ ഇൻടു സ്മോളർ. അതെ, ഒരു വലുത് ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഡോട്ടർ സെൽസ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ഹെവിയർ ന്യൂക്ലിയ ബൈ മീൻസ് ഓഫ് കമ്പൈനിങ് 2 അതർ. അല്ല, ഒരു വലുതിനെ അല്ല ഫോം ചെയ്യുന്നത്, ഒരു വലുത് രണ്ട് ചെറുതായിട്ട് മാറുന്നത്. അപ്പൊ മൂന്നാമത് വരില്ല, 1 and 2 മാത്രം. ഓക്കെ. ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ്. അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ബ്ലഡ് വെസലും അതിന്റെ ഫംഗ്ഷനും. പൾമണറി ആർട്ടറി എല്ലാം ഹാർട്ടിലുള്ള ആൾക്കാരാണ്. പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ
എന്നൊക്കെ പറയുന്നത് എന്തിലേക്കായിരിക്കും? ഇതും കൂടി ഒന്ന് പറയാമോ എല്ലാവരും? കാപ്പിലറീസ്, അറ്റ്ലീസ്റ്റ് കാപ്പിലറീസിനെ പിടിച്ചു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ആ, കറക്റ്റ്. ജാനസ് കറക്റ്റ് ആണ്. നമ്മള് ഡബിൾ സർക്കുലേഷൻ ആണ് നമ്മുടെ ഹാർട്ടിലുള്ളത്. നമ്മളതിന് പറയും ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. ഓരോ സർക്കുലേഷൻ നമ്മുടെ ഹാർട്ടിൽ നടക്കുമ്പോ, ഇവിടെ ഹാർട്ടിൽ നടക്കുമ്പോ അവിടെ നിന്നും ഓക്സിജൻ കളക്ട് ചെയ്യാനായിട്ട് ഒരു പുള്ളി ലങ്സിലേക്ക് പോകും. ആ ലങ്സിൽ നിന്ന് തിരിച്ച് വീണ്ടും ഹാർട്ടിലേക്ക് വരും. ഹാർട്ടിൽ നിന്നും ബോഡിയിൽ നിന്നും ഹാർട്ടിലേക്ക് വരും. അതേമാതിരി ഹാർട്ടിൽ നിന്നും ബോഡിയിലേക്കും പോകും. ഇതിനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ നമ്മൾ പറയും വെയിൻസ് ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി വെയിൻ. കാരണം പൾമണറി വെയിൻ ആണ് ഈ കാണുന്നത്. ലങ്സിൽ പോയിട്ട് എന്താ ഓക്സിജൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്ന പുള്ളിയാണ്. പൾമണറി വെയിൻ ആണ് ക്യാരീസ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ഹാർട്ട്. ഫോർത്ത് വൺ ആണ് ഈ കാണുന്നത്. ഓക്കെ. മറ്റേ പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ലങ്സ്. ഓക്കെ. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ കണക്ട്സ് ബിറ്റ്വീൻ ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന സാധനം, അതിനെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടു ഹാർട്ട് വെസൽസ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ. ക്ലിയർ അല്ലേ എല്ലാവരും? ഓക്കെ ആണല്ലോ? ഞാൻ കൂടുതൽ ഇതാക്കി നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എപ്പോഴാച്ചാൽ ചോദിച്ചോളൂ. ഓക്കെ. എന്റെ അറിവിൽ നിങ്ങൾക്ക് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ എന്റെ അറിവിൽ എക്സാം ആവും. ശരിയല്ലേ? ഒരു ക്ലാസ് കൂടി എനിക്ക് ഉണ്ടാവും. മോസ്റ്റ്ലി ഈ വീക്ക് തന്നെ ഉണ്ടാവും. അതിലും എന്തെങ്കിലും ഡൗട്ടുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പൊ ഞാൻ എന്റേത് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിലാണ്. മുന്നേ നിങ്ങളെ മാതിരി തന്നെ എല്ലാം SSBs എല്ലാം അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഈവൻ ടെറിട്ടറിയൽ ആർമിയിലും റെക്കമെൻഡ് ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നതാ. പക്ഷെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലും ചെറിയ മെഡിക്കൽ ഇഷ്യൂസ് കാരണമൊക്കെ ഔട്ടായി പോയത്. അപ്പോൾ എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എപ്പോൾ വേണേലും ചോദിക്കാം. ഓക്കെ. സിമിലർ റിലേറ്റഡ് ടു സബ്ജക്ട്സ് വൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ. സോ മൈൻഡ് ഓഫ് ചെയ്യാലോ? ഓക്കെ. താങ്ക് യു.